ഗാഗ് ഓർഡർ എന്നാണ് അതിന്റെ സാങ്കേതികമായ പദാവലിയെങ്കിലും വാർത്താവിലക്കെന്നാണ് മലയാളം. ധർമ്മസ്ഥല എന്ന ദുരൂഹത നിറഞ്ഞ സ്ഥലത്തെ അക്രമക്കൊലകൾ, കൂട്ടബലാത്സംഗങ്ങൾ, നരമേധമൊക്കെ പറയുന്ന ലിങ്കുകൾ, സ്രോതസ്സുകൾ ഇല്ലാതാക്കണമെന്നാണ് കോടതി ഉത്തരവ്. ഒന്നും രണ്ടുമല്ല, 8842 ലിങ്കുകൾ. പ്രാഥമിക തെളിവടക്കം ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞ അസംഖ്യം ബലാത്സംഗ കൊലപാതകങ്ങൾ, ആ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ വന്ന പരാതികൾ, തിരോധാനങ്ങളുടെ നീണ്ട നിര. 20 അംഗ SIT പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും അന്വേഷണം എങ്ങനെ തുടങ്ങണം എന്നതിൽ പോലും വ്യക്തതയില്ല. ഒരു സ്കൂൾ ബാഗും ചേർത്ത് കുഴിച്ചിട്ട് ഒരു സ്കൂൾ കുട്ടിയുടെ അടക്കം സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുകളുമായി താൻ കുഴിച്ചിട്ട് പെൺകുട്ടികളുടെ കൂട്ടക്കുഴിമാടങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം എന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടും തെളിവെടുപ്പിന് വരാത്ത പോലീസിന്റെ ഉടായ്പ ചുറ്റിക്കളിയും കണ്ടതാണ് നാം. സർക്കാരിന് കാര്യമായ താല്പര്യമില്ല. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ട അവിടുത്തെ പ്രതിപക്ഷമായ BJPക്ക് കാര്യമായ വിമർശനങ്ങളില്ല. ബ്രൂട്ടൽ ബലാത്സംഗങ്ങളുടെ, ക്രൂരമായ കൊലപാതകങ്ങളുടെ സംശയങ്ങൾ കനപ്പെട്ടു വരുമ്പോഴും കന്നഡ മാധ്യമങ്ങൾക്ക്, ദേശീയ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല, കണ്ട മട്ടില്ല. അല്ലാതെ എങ്ങനോ രക്ഷപ്പെട്ടു വരുന്ന വാർത്തകളുടെ വാമൂടിക്കെട്ടാനാണ് വ്യഗ്രത. ആ സത്യങ്ങളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടാൻ ധർമ്മസ്ഥലയിലെ പുതിയ വാരിക്കുഴികൾ കുഴിക്കുന്നത് ആരൊക്കെ ചേർന്നാണ്? ധർമ്മസ്ഥലയിലെ ചോരപുരണ്ട കോക്കസിൽ എല്ലാവരും മനസ്സാക്ഷിയില്ലാതെ നിൽക്കുന്നത് അധർമ്മപക്ഷത്തോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അതിലൊരു പുതിയ പരാതിക്കാരനുണ്ട്, അനീഷ് ജോയി എന്നാണ് പേര്. ശ്രീ ജോർജ് ജോസഫ്, ശ്രീ മനാഫ്, ശ്രീ വിനോദ് മേക്കോത്ത് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ വിനോദിലേക്ക് പോകുന്നു. ശ്രീ വിനോദ് മേക്കോത്ത്, നമുക്ക് ഏറ്റവും ഒടുവിൽ വന്ന ട്രയൽ കോടതിയിൽ വന്ന ഗാഗ് ഓർഡറിനെ പറ്റി പറയാം. 8842 വാർത്താ ലിങ്കുകൾ, യൂട്യൂബ് അടക്കമുള്ള വാർത്താ ലിങ്കുകൾ എന്ന് പറഞ്ഞാൽ അത് അടുത്ത കാലത്ത് അല്ലെങ്കിൽ സമീപകാലത്ത് രാജ്യത്ത് ഏതെങ്കിലും ഒരു കോടതികൾ അത്തരത്തിൽ കൂട്ടമായി നീക്കം ചെയ്യാൻ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. മാത്രമല്ല കൃത്യമായി ഏതൊക്കെ യൂട്യൂബ് ലിങ്കുകൾ, ആരുടെയൊക്കെ യൂട്യൂബ് ലിങ്കുകൾ എന്ന് എണ്ണി പറയുന്ന ഉത്തരവ് അത് പുറത്തു വരികയും ചെയ്യുന്നു. ഈ പറയുന്ന ആൾക്കാരെയും കോടതി കേട്ടിട്ടുമില്ല. കോടതി ഏത് പക്ഷത്താണ് എന്ന് ചോദിക്കുന്നത് ഒരു പക്ഷേ കോടതിയെ ലക്ഷ്യമായേക്കാം, അതുകൊണ്ട് ചോദിക്കുന്നില്ല. ശ്രീ വിനോദ് മേക്കോത്ത്, പക്ഷേ ഈ പറയുന്ന രീതിയിൽ പരാതികൾ ഉണ്ടാവുന്നു, കോടതി അത് കേൾക്കുന്നു, കോടതിയിൽ ഈ പറയുന്ന 164 മൊഴിയുണ്ടാകുന്നു, പോലീസിനോട് പറയുന്നു, SIT ഉണ്ടാക്കിയിട്ടും കാൽ കഴിഞ്ഞു പോലും അന്വേഷണം മുന്നോട്ട് പോകാതാകുമ്പോൾ ധർമ്മസ്ഥലിൽ ഉയരുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ് ശ്രീ വിനോദ് മേക്കോത്ത്? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗാഗ് ഓർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമ വിലക്ക്, അല്ലെങ്കിൽ പത്രവിലക്ക് എന്നൊക്കെ പറയുന്നത്. ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചു, 8842 കണ്ടൻറ്റുകൾ, അത് വീഡിയോ ആയും അതല്ലാതെ ടെക്സ്റ്റായും ഒക്കെയുള്ള കണ്ടൻറ്റുകൾ, അതോടൊപ്പം തന്നെ 1200-ലധികം URLകൾ, യൂട്യൂബിലെ വീഡിയോകൾ, 338 യൂട്യൂബ് ഹാൻഡിലുകൾ, യൂട്യൂബ് ചാനലുകൾ, ഇവയൊക്കെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ ഇത്തരത്തിൽ പരാമർശം വരുന്ന തരത്തിലുള്ള ധർമ്മസ്ഥല എന്ന പരാമർശമോ അല്ലെങ്കിൽ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന പരാമർശമോ അത്തരത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റ് മുഴുവൻ, അത് ഇമേജ് ആകട്ടെ, ടെക്സ്റ്റ് ആകട്ടെ, വീഡിയോ ആകട്ടെ, എല്ലാം എടുത്തു കളയണം എന്ന തരത്തിലൊരു കോടതി ജനാധിപത്യ ഇന്ത്യയിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ ആ കോടതി ഉത്തരവിനെ ഞാൻ ആ രീതിയിൽ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ അത് ഏത് പക്ഷത്ത് നിന്നുകൊണ്ടാണ് എന്ന സ്വാഭാവിക സംശയം ഉയരുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ നിർഭയയുടെ കാര്യത്തിൽ അതല്ലെങ്കിൽ അതിജീവിതയുടെ കാര്യത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇരയുടെ പേര് പറയരുത് എന്ന പരാമർശം നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴായി. അത് നമ്മൾ വേട്ടക്കാരൻ്റെ പേര് പറയാൻ പാടില്ല എന്നൊരു കോടതി പറയുമ്പോൾ ഈ കോടതിയുടെ പക്ഷം ഏതാണെന്ന വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ വേട്ടക്കാരനോടൊപ്പം ഓടുകയാണോ ഇവിടുത്തെ ഭരണസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നീതിന്യായ സംവിധാനങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ? അതിനെക്കുറിച്ചൊന്നും ഒരു വരി എഴുതിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല ഇവിടുത്തെ കർണാടകയിലെ മുഖ്യധാര മാധ്യമങ്ങൾ. അപ്പം ഇത്തരത്തിൽ മാധ്യമങ്ങളെ മുഴുവൻ വരുതിക്ക് നിർത്തിക്കൊണ്ട്, ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പരക്കരുത്, ജനങ്ങളിലേക്ക് എത്തരുത് എന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടുള്ളൊരു നീക്കം 1-2 വർഷമല്ല, അല്ലെങ്കിൽ 1-2 ഇൻസിഡന്റുകളിലല്ല, ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗുരുതരമായ ഒരു സാഹചര്യം. ഇനിയിപ്പോ ശുചീകരണ തൊഴിലാളി പറയുന്നത് മൊത്തം കള്ളമാണ് എന്ന് മറുപക്ഷം പറയുന്നത് പോലെ വാദത്തിന് വെക്കൂ. അത് കഴിഞ്ഞും പക്ഷെ പരാതികൾ വരുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടും അനന്യ ഭട്ടിൻ്റെ അമ്മ ഈ പറയുന്ന ഒരു സങ്കടവുമായി ഇറങ്ങുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടും സൗജന്യയുടെ പുതിയ വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ അനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനടക്കം അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്നത് ഈ ടീമാണ് എന്ന് പറഞ്ഞ് പരാതികൾ വരുന്നുണ്ടല്ലോ. ആ പരാതികൾ വരുമ്പോഴെങ്കിലും എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് അന്വേഷിക്കണമെന്ന് ആർക്കും തോന്നാത്തത് എന്താണ്? അത്ഭുതമല്ലേ ശ്രീ വിനോദ് മേക്കോത്ത്, ഇന്ത്യ പോലൊരു രാജ്യത്ത് അങ്ങനെ ഒരു മഹാമൗനം? അതൊരു സാധാരണ ആവശ്യമല്ലേ?
അതൊരു സാധാരണ ആവശ്യമല്ല. ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ പോലും, ഞാൻ പറഞ്ഞല്ലോ നിർഭയ കേസ്, ഈ രാജ്യം മുഴുവൻ കത്തിയല്ലോ, ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തല്ലോ, വലിയ തോതിൽ അതിനെതിരായിട്ടുള്ള ശബ്ദമുയർന്നല്ലോ, ജനാധിപത്യ സമൂഹത്തിൻ്റെ മുഴുവൻ ശബ്ദമുയർന്നു, ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ ഉണർന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ സ്വജീവൻ പോലും ഭീഷണിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ട് ഒരു തലയോട്ടിയുമായിട്ടാണ് 183 സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി കോടതി മുറിയിലേക്ക് ആ മനുഷ്യൻ കടന്നു ചെന്നത്. അങ്ങനെ ഒരു തെളിവ് സഹിതം കടന്നു വന്ന ഒരു മൊഴി അവിടെ ഇപ്പം അത് ഒരു പൊയ്ക്കഥയല്ല, അല്ലെങ്കിൽ ഒരു കെട്ടുകഥയല്ല. അവിടെ ഇന്ന് അതിനെ സംബന്ധിച്ച് ജൂലൈ 3-ാം തീയതി വെളിപ്പെടുത്തലിനെ തുടർന്ന് ജൂലൈ 4-ാം തീയതി FIR ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജൂലൈ 11-ന് 183 സ്റ്റേറ്റ്മെൻറ്റ് കോടതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക ഗവൺമെൻറ് ഒരു SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞു. 4 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം മേധാവികളടക്കം 24 അംഗ ടീമിനെ അവർ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. അവരുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി തീരുമാനിക്കുന്നതിന് 1-2 ദിവസങ്ങൾ എടുത്താൽ അവർ തുടർന്നുള്ള ദിവസങ്ങളിൽ രംഗത്തിറങ്ങി അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കെട്ടുകഥയല്ല. ഇവിടുത്തെ ഇപ്പോഴും മണ്ണിൽ തലപൊഴ്ത്തിയിരിക്കുന്ന കർണാടകയിലെ മാധ്യമങ്ങളും കുറച്ചൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളും എന്നും നമ്മൾ പറയണം. നമ്മൾ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോഴും ആ കേരളത്തിലും ഇപ്പോഴും ഇതൊരു കെട്ടുകഥയാണോ എന്ന പുകമഞ്ഞ് മാഞ്ഞിട്ടില്ലാത്ത മാധ്യമങ്ങൾ ഇന്നും കേരളത്തിലുണ്ട്. അതും നമ്മൾ കാണാതിരുന്നുകൂടാ. അത്തരത്തിൽ മാധ്യമങ്ങളെ ആകെ നിശബ്ദമാക്കി കൊണ്ടുപോകുന്ന ഒരു നടപടിക്കെതിരായി ഹാഷ്മി, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നാളെ അത് സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മാധ്യമങ്ങളുടെ വാമൂടിക്കെട്ടുന്ന ഗാഗ് ഉത്തരവിനെതിരായി കർണാടകയിലെ 1000-ഓളം അഭിഭാഷകർ നാളെ കോടതിയിൽ, അവിടുത്തെ ഹൈക്കോടതിയിൽ അത് റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇവിടുത്തെ മാധ്യമ രംഗത്തുണ്ടായിട്ടുള്ള വിലക്കിനെതിരായി, മാധ്യമങ്ങളുടെ വാമൂടിക്കെട്ടുന്ന നടപടിക്കെതിരായി അഭിഭാഷക സമൂഹം, നിയമ രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ സമൂഹം കടന്നു വരുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ കർണാടകയിലെ ഈ വിഷയം, നിർഭയ വിഷയം ഇന്ത്യയിൽ എത്രമാത്രം സ്പന്ദനങ്ങൾ ഉണ്ടാക്കിയോ, ഇന്ത്യയിൽ എത്രമാത്രം തീ പടർത്തിയോ അതിൻ്റെ 100 മടങ്ങ് തീ പടർത്താൻ പര്യാപ്തമായ വിഷയമാണ് കർണാടകയിലെ ആ ചതുപ്പിൽ പൂണ്ടുകിടക്കുന്ന ശവശരീരങ്ങളുടെ ഭാഗമായി ഉയരുന്നത് എന്ന് നമുക്ക് കാണാം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു കർക്കിടക വാവ് ദിവസത്തിലാണ്. എന്താ കർക്കിടക വാവിൻ്റെ പ്രത്യേകത? മരണപ്പെട്ടു പോയ ആത്മാക്കൾ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ബലിതർപ്പണം സ്വീകരിക്കാൻ വരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ചെന്നതാണ് നേത്രാവതി പുഴയുടെ ഓരത്തെ ആ ചതുപ്പിൽ ചവിട്ടി നിന്നതാണ് ഞാൻ. അവിടെ കിടക്കുന്ന ആ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന 100 കണക്കിന് ആളുകളുടെ, സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ അസ്ഥികൾ, കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ ഇന്നും മോക്ഷം കിട്ടാതെ അവിടെ അന്തരീക്ഷത്തിൽ നടക്കുന്നതായിട്ട് നമുക്കവിടെ അനുഭവപ്പെടും. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ പുഴയുടെ ഓരത്ത് കാണുമ്പോൾ അവിടെ ഉയർന്ന നിലവിളികൾ നമുക്ക് കേൾക്കാൻ കഴിയും. അവിടെ വീണ രക്തത്തുള്ളികൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മനസ്സിനെ മതിക്കുന്ന തരത്തിലുള്ള, മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ട് ഉത്തരവാദപ്പെട്ട ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ കക്ഷി, ഇതിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു ഫെഡറൽ നിയമം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്റെ പ്രശ്നമാണ്, അവന്റെ പൗരധർമ്മത്തിന്റെ പ്രശ്നമാണ്, ആ പൗരന്റെ അവകാശത്തിന്റെ പ്രശ്നമാണ്. അത്തരത്തിൽ ഉയരുമ്പോൾ ഇവിടുത്തെ 4 സ്തംഭങ്ങൾ, മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്നൊക്കെ പറയുന്ന, നമ്മളൊക്കെ ഘോഷിക്കുന്ന ആ 4 സ്തംഭങ്ങളും നിസ്തേജമായി നിൽക്കുന്നു. ഇവിടുത്തെ സാധാരണക്കാരന് ആശ്രയിക്കാൻ പറ്റാത്തവയായി അവ മാറിപ്പോകുന്നുവോ എന്ന വലിയ ചർച്ച ഇവിടെ ഉയർന്നു വരുന്നു. മനാഫ്, ഇത് നമ്മുടെ ഇതിൽ മലയാളികൾ കൂടുതൽ പേര്, ഇപ്പോൾ അനീഷിന്റെ വെളിപ്പെടുത്തലോടുകൂടി മലയാളികൾ, ആണും പെണ്ണുമായിട്ടുള്ള മലയാളികൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അത് ഈ പ്രേമലത മാത്രമല്ല മറ്റാൾക്കാരും ഉണ്ടോ എന്ന സംശയമുണ്ട്, പത്മലത മാത്രമല്ല മറ്റാൾക്കാരുണ്ടോ എന്ന സംശയം കൂടി ഉയരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ശ്രീ വിനോദ് മേക്കോത്ത് ഈ SITയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അതൊരു ഉദ്യോഗസ്ഥനുണ്ട്, അനുച്ഛേദ് എന്നാണ് പേര്. ഞാൻ മനസ്സിലാക്കുന്നത് സൗജന്യ കേസ് ആദ്യം അന്വേഷിച്ച ആളും ഈ പറയുന്ന രീതിയിൽ ഒരു ഓക്കെ, ഞാൻ മനാഫിലേക്ക് എത്താം. ശ്രീ അനീഷ്, താങ്കളുടെ പിതാവിനെ ഈ സംഘം, ഈ കോക്കസാണ് വധിച്ചത് എന്ന സംശയം താങ്കൾക്കുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ താങ്കൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ സ്ഥലമുണ്ടായിരുന്നു, ആദ്യഘട്ടത്തിൽ ഈ മാഫിയ സംഘം ഒന്ന് വിരട്ടി 20 ഏക്കർ സ്ഥലം ചുളുവിലയ്ക്ക് അവർ സ്വന്തമാക്കി, അടുത്ത 20 ഏക്കറിനായി അവർ ഈ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു താങ്കളുടെ പിതാവിനെ. അത് കഴിഞ്ഞ് അദ്ദേഹം മരിക്കുന്നത് ഒരു വാഹനം ഇടിച്ചാണ്. അതൊരു വാഹനാപകട മരണമായിക്കൂടെ ശ്രീ അനീഷ് ജോയ്? എന്തുകൊണ്ടാണ് താങ്കൾ ഈ സംഭവങ്ങളെ അതുമായി കണക്ട് ചെയ്യുന്നത്? ഒരു കാരണവശാലും അതൊരു വാഹന അപകടമല്ല സാർ. അത് എൻ്റെ പപ്പ അത് ഒരു ആയുർവേദ ചികിത്സ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്.
പപ്പായ്ക്കെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. ഈ വീരേന്ദ്ര ഹെഗ്ഡെയുടെ ഒരു റൈറ്റർ എന്ന് പറയും, അവിടെ വീരേന്ദ്ര ഹെഗ്ഡെയുടെ എല്ലാ സ്ഥലത്തിൻ്റെ ഇടപാടുകളെല്ലാം നോക്കി നടത്തുന്ന ഒരു സുഭാഷ് ചന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ കണ്ടിന്യൂ എൻ്റെ പപ്പായെ വിളിച്ച് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സ്ഥലം ബാക്കി കിടക്കുന്ന 20 ഏക്കർ സ്ഥലം വന്ന് എഴുതി തരണമെന്നും പറഞ്ഞ് കണ്ടിന്യൂ ടോർച്ചർ ഉണ്ടായിരുന്നു. പപ്പ ഈ കാര്യം വീട്ടിൽ നമ്മുടെ അടുത്ത് പറഞ്ഞതുമാണ്, സുഭാഷ് വിളിക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് പപ്പ ഇത് എഴുതി തരികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പിന്നെ വാശിയായി പപ്പായെ ആക്സിഡൻറ്റ് ചെയ്ത് കൊല്ലുന്നത്. ആക്സിഡൻറ്റ് ചെയ്ത് കൊന്നു. ഇടിച്ച വണ്ടി വരെ കിട്ടിയതാണ്. സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 ദിവസം വെച്ചിരുന്നു ഈ വണ്ടി. അത് കഴിഞ്ഞ് അവിടുന്ന് ആ വണ്ടി വിട്ടയക്കുന്നു. അന്ന് അവിടെ ഇരുന്ന SI തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പുറകിൽ വലിയ ടീമുണ്ട്, നീ ഇനി ഈ മാറ്ററുമായിട്ട് വരണ്ട. ഞാൻ ഈ മൂടുഭദ്ര സ്റ്റേഷനിൽ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ പോയി, എന്താ ഈ എൻ്റെ പപ്പയുടെ ആക്സിഡൻറ്റിൻ്റെ കാര്യം എന്നും പറഞ്ഞ് അന്വേഷിക്കാൻ. അന്ന് അവിടെ ചെന്ന് ലാസ്റ്റ് മൂമെൻറ്റിലാണ് SI അവിടെ ഇരുന്ന ഒരു സബ് ഇൻസ്പെക്ടർ തന്നെ എൻ്റെ അടുത്ത് പറയുന്നു, നീ ഇനി ഈ കാര്യവും പറഞ്ഞുകൊണ്ട് വരണ്ട, ഇതിൻ്റെ പുറകിൽ വലിയ ടീമുകളുണ്ട്, നീ ഇനിയും കൂടുതലായിട്ട് വന്നാൽ നിൻ്റെ ജീവനും അപായമുണ്ട്, നിന്നെ ഇവർ കൊലപ്പെടുത്തും എന്നോട് സ്ട്രോങ് ആയിട്ട് തന്നെ SI എൻ്റെ അടുത്ത് പറയുന്നു. അപ്പം തന്നെ നമുക്ക് ചിന്തിച്ചൂടെ സാറേ, ഇതിൻ്റെ പുറകിൽ വലിയ ടീമെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സ്ഥലത്തിൻ്റെ ഇടപാടുമായിട്ട് ഇത് മെയിനായിട്ടുള്ളത് ഈ വീരേന്ദ്ര ഹെഗ്ഡെ തന്നെയാണ്. വീരേന്ദ്ര ഹെഗ്ഡെ, പുള്ളിയുടെ അനിയൻ ഹർഷേന്ദ്ര ഹെഗ്ഡെ. ഈ ഹർഷേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്നത് ഒരു ഗുണ്ടനെ പോലെയാണ്. ആളാണെന്ന് താങ്കൾക്ക് നല്ല ബോധ്യമുണ്ടാകുമല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രിയങ്കരനായ ആളാണ്. നിലവിൽ രാജ്യസഭാ MP ആണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ല, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത രാജ്യസഭാ MP ആണ്. ഏതാണ് നമ്മൾ RSS നേതാവിനെ നോമിനേറ്റ് ചെയ്തതുപോലെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ഒരു രാജ്യസഭാ MP ആണ് കേട്ടോ ഈ വീരേന്ദ്ര ഹെഗ്ഡെ. വീരേന്ദ്ര ഹെഗ്ഡെയുടെയും താങ്കൾ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരൻ ഹർഷ അല്ലേ, അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞു പോരുത് എന്നാണ് ഈ പറയുന്ന ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത്. ശക്തരാണ് താങ്കൾ സംസാരിക്കുന്നതിരെയുള്ള ആളുകൾ, ശക്തരാണ്. തീർച്ചയായിട്ടും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരുടെ ഒരു മുഖം മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. ഇനിയൊരു മുഖമുണ്ട് അവർക്ക്, 2 മുഖമുണ്ട് അവർക്ക്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ധർമ്മസ്ഥലം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആരും ഈ ധർമ്മസ്ഥലം തന്നെ പോലും ആരും പറയാൻ പേടിക്കും. അത് കഴിഞ്ഞിട്ട് വീരേന്ദ്ര ഹെഗ്ഡെ എന്നൊരു പേര് പോലും ആരും പറയാറില്ല അവിടെ. പറഞ്ഞാൽ പ്രശ്നമാണ്. ഇതെല്ലാം ഞാൻ ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ നാട്ടിൽ ജനിച്ചു വളർന്ന, ഇതേ ധർമ്മസ്ഥലത്ത് ജനിച്ചു വളർന്ന അതേ സ്കൂളിൽ പഠിച്ചവനാണ് ഞാൻ. അവിടെ അതെന്ന് പറഞ്ഞാൽ അതൊരു ഗുണ്ട സാമ്രാജ്യം പോലെയാണ് അവിടുത്തെ സംഭവങ്ങൾ. എൻ്റെ വല്യപ്പനെ തന്നെയാണ് അവിടെ ഇവരുടെ അന്ന് സ്റ്റേഷൻ ഇല്ല അവിടെ. ആ സ്റ്റേഷൻ ഇല്ലാത്ത കാലത്ത് എൻ്റെ വല്യപ്പനെ അവിടെ ഈ വീരേന്ദ്ര ഹെഗ്ഡെയുടെ ഒരു വീടെന്ന് പറയും, അവിടെ ആ നാട്ടിൽ ബൂടെന്ന് പറയും, ആ ബൂടി കൊണ്ടുപോയിട്ടിട്ട് നേരം വെളുക്കുന്നതിനും വരെ ഇട്ട് അടിച്ചതാണ് ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ. ഇപ്പോൾ ആ സ്ഥലം ആരുടെ കയ്യിലാണ്? ഇതൊക്കെയാണ് അവിടെ. എന്തോ ഇപ്പോഴാ സ്ഥലം ആരുടെ കയ്യിലാണ്? അതിന്റെ പേപ്പറുകളൊക്കെ താങ്കളുടെ കയ്യിലുണ്ടോ അനീഷ് ജോയി? അതിൻ്റെ അകത്ത് കിടക്കുന്ന 20 ഏക്കർ സ്ഥലം നമ്മൾ ആദ്യം കൊടുത്തെന്ന് പറഞ്ഞ 20 ഏക്കർ സ്ഥലം വീരേന്ദ്ര ഹെഗ്ഡെയുടെ പേര് തന്നെയായിട്ടുണ്ട്. ബാക്കി കിടക്കുന്ന 20 ഏക്കർ സ്ഥലം എൻ്റെ പപ്പായുടെ ചേട്ടനനിയന്മാരുടെ പേരിലുണ്ട്. ആ സ്ഥലത്തിന് വേണ്ടിയാണ് സമ്മർദ്ദം. ആ സ്ഥലം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഗുണ്ടാ മാഫിയ തന്നെയാണോ? തീർച്ചയായും അവരുടെ സ്വാധീനത്തിൽ തന്നെയാണുള്ളത്. ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് ഇതേ സ്ഥലത്ത് അടുത്ത് പോയി നിന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ന്യൂസ് ചാനലിൽ ഞാൻ ലൈവ് കൊടുക്കുന്നത്. അതോടുകൂടിയാണ് ഈ സംഭവം മൊത്തം പിന്നെ ഇവരറിയുന്നു ഇവൻ പിന്നെ വന്നിട്ടുണ്ടെന്ന്. ഞാനൊരു 7-8 വർഷത്തിന് ശേഷം ആ മണ്ണിൽ ഞാൻ ഒരു 3 ദിവസം മുമ്പാണ് ഞാൻ പോയത്. അന്നാണ് അവിടെ ഫുള്ള് അവർ പബ്ലിക്കായി ഇവൻ പിന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ വന്നിട്ട് ഞാൻ തളിപ്പറമ്പ് സ്റ്റേഷനിൽ ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത്. എനിക്ക് ജീവഭീഷണിയുണ്ട്, വധഭീഷണി ഉണ്ടെന്നും പറഞ്ഞ്. അനീഷ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 20 ഏക്കർ താങ്കളുടെ സ്ഥലമാണെന്ന് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ സകല രേഖകളും നിങ്ങളുടെ കയ്യിലുണ്ട്? തീർച്ചയായും എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ മനാഫ് ഇപ്പോൾ നേരത്തെ ശ്രീ വിനോദ് ഞാൻ അങ്ങയിലേക്ക് എത്താം അനീഷ്. ശ്രീ മനാഫ്, നേരത്തെ ശ്രീ വിനോദ് ഈ പറഞ്ഞ SIT വിനോദും അദ്ദേഹം ഈ പറഞ്ഞ SIT അന്വേഷണത്തിൽ അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നി. SITയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് അനുജയ് എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സൗജന്യ കൊലക്കേസ് ആദ്യം അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഒരു മനോരോഗിയെ വ്യാജമായി പിടിച്ചകത്തിടുകയും അയാളെ മർദ്ദിക്കുകയും ഏറ്റവും ഒടുവിൽ കോടതി തെളിവില്ല എന്നുകൊണ്ട് പുറത്തേക്ക് ഇറക്കുകയും ചെയ്ത ആ സംഭവം ഉണ്ടായില്ല. അതിനകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ആണ് കേട്ടോ അനുജയ്. ആ അനുജയ് തന്നെ പുതിയ അന്വേഷണ ടീമിൽ വരുന്നതും 2 പേർ പിന്മാറ്റം പ്രഖ്യാപിക്കുന്നതും ഇതുവരെയും ഒരു കഴഞ്ച് പോലും ഏതെങ്കിലും രീതിയിൽ അന്വേഷണം മുന്നോട്ടേക്ക് പോകാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ SITയിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കണോ? ഈ ഗാഗ് ഓർഡർ പുതിയ കാര്യമല്ല. MD സമീർ എന്ന് പറയുന്നൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. ആ യൂട്യൂബറുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു.
ഏതാനും ദിവസങ്ങൾ കൊണ്ട് 18 മില്യൺ ആളുകൾ കണ്ട വീഡിയോ ആണ്. ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പ്രത്യേക താല്പര്യം ചില ആൾക്കാർക്കുണ്ടായി. അത് കാരണം ഇത് വർഷങ്ങളായി ഇതിനെ തമസ്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ നിങ്ങൾ കുറച്ചു പേരുടെ നീക്കങ്ങൾ ഫലം കാണും എന്ന് പ്രതീക്ഷിക്കണോ മനാഫ്? സാർ, ഈ വിഷയം 2012 തുടങ്ങിയ ഒരു സമരസമിതിയാണ്. ഈ 2025 വരെ ഈ സമരസമിതിയിൽ ഒരു കാര്യമായ ഒരു പുരോഗതി ഉണ്ടായില്ല. പക്ഷേ സമരത്തിന് നിന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഈ ലോകത്തില്ല. പക്ഷേ 2025 ശേഷം ഇത് ആളിപ്പടർന്ന് ഇപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ SIT രൂപീകരിച്ച് അതൊരു ചെറിയ കാര്യമല്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. പക്ഷെ അതിൽ മുന്നേ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരൊന്നും ഇന്ന് SITൻ്റെ ഭാഗമാവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഈ വിഷയം എത്ര ഗൗരവമുള്ളതാണ്, എത്രമാത്രം ഭയാനകമാണ് ഈ വിഷയം എന്നുള്ളത്. സാർ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സാർ, കൽബുർഗി ആയിക്കോട്ടെ, ഗൗരി ലങ്കേഷ് ആയിക്കോട്ടെ, ഇവരൊക്കെ കൊല്ലപ്പെട്ടത് ഇതുപോലത്തെ ഒരു കാര്യത്തിനു വേണ്ടിയിട്ടായിരുന്നു. അവരൊക്കെ അവരുടെ തൂലിക ചലിപ്പിച്ചതാണ് ഈ ഒരു വിഷയത്തിനു വേണ്ടിയിട്ട്. ഇന്ന് ആ വിഷയത്തിൽ SIT രൂപീകരിച്ച് അന്വേഷണം നടന്നതാണ്. ആ അന്വേഷണം പോലും എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയുക, ഇത്രയും വലിയൊരു സംഭവമാണ് ഈ ഒരു വിഷയത്തിലുള്ളത്. ഗൗരി ലങ്കേഷും കൽബുർഗിയും ഒക്കെ ചെയ്ത പ്രവർത്തികൾക്ക് അവരെ കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു പാതി പോലും ആളുകൾ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളെ കൂടെ ഇല്ല. അപ്പം മനാഫ്, ഈ പറയുന്നത് മൊത്തം നുണയാണെന്ന് ഇരിക്കട്ടെ, ഈ പറയുന്ന മൊത്തം കള്ളമാണ്. ഒരാൾ ഇപ്പോൾ വേറെ ചില പ്രൊപ്പഗണ്ട നടക്കുന്നു. ഇത് മൊത്തം ഇത് വലിയൊരു സംഘമായിരുന്നു. ആ സംഘത്തിൽ ഭിന്നത ഉണ്ടാകുന്നു. അത് സംഘമായി RSSുമായി ചേർന്ന് നിൽക്കുന്ന സംഘമായിരുന്നു. അതിലൊരു ഭിന്നത ഉണ്ടാകുന്നു. ആ ഭിന്നതയിൽ ഈ പറഞ്ഞ വീരേന്ദ്ര ഹെഗ്ഡെ തീർത്ത് കളയാൻ താല്പര്യമുണ്ടാകുന്നു. മറുപക്ഷത്തെ ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന ഒരു പ്രൊപ്പഗണ്ട നടക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. അയാൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന എൻ്റെ സൂപ്പർവൈസർമാരുടെ നിർബന്ധത്തെ തുടർന്ന് എന്നെ കൊന്നുകളയും എന്ന ഭീഷണിയിൽ ഞാൻ ഇവർ പറഞ്ഞ അധമപ്പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് കൊണ്ടുപോയാൽ ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന കൂട്ടക്കുഴിപാടുകൾ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ആരെങ്കിലും അത് കാര്യമായി എടുക്കണ്ടേ? ആരെങ്കിലും അന്വേഷിക്കണ്ടേ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അന്വേഷിക്കണമെന്ന് ശക്തമായി പറയണ്ടേ? ഏതെങ്കിലും മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ കന്നഡ മാധ്യമങ്ങൾ, ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ഇക്കാര്യം പറയുന്നതുകൊണ്ട് അത് വേണ്ട ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ മനാഫ്. അവിടെയുള്ള മാധ്യമങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇത് വാർത്തയാക്കണം തോന്നണ്ടേ? ഈ വലിയ മൗനം കാണുമ്പോൾ ഇത് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിൽ തന്നെ അല്ലേ എന്ന അത്ഭുതം തോന്നുന്നു ശ്രീ മനാഫ്. തീർച്ചയായിട്ടും സാർ, നമ്മൾ ഈ വിഷയത്തിൽ ഇതിന് മുമ്പ് മുതൽക്കേ ഉള്ള ഈ എന്താ പറയുക സമരം ഒരുപാട് കാലമായിട്ടുള്ള സമര. ഇപ്പോഴാണ് എന്താ പറഞ്ഞാൽ ഈ 2015 ഈ ജൂലൈ മുതൽക്കാണ് ഒരു പുതിയൊരു വെളിപ്പെടുത്തലുമായിട്ട് ശുചീകരണ തൊഴിലാളി ഭീമ വരുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ഉന്നയിക്കുന്ന കുറേ ആരോപണങ്ങളുണ്ട്. അത് സത്യമാണോ അതോ കളവാണോ എന്ന് എന്താ പറയുക തിരയാനോ അതിനെ എന്താ പറയുക അന്വേഷിക്കാനോ ഇവിടെ ആരുമില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അദ്ദേഹം പറയുന്നത് കളവാണെന്നുണ്ടെങ്കിലും അദ്ദേഹം മറ്റുള്ള എന്താ പറയുക നുണപരിശോധനയ്ക്ക് തയ്യാറാണ്. മറ്റു ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹം തയ്യാറായിട്ടാണ് മുന്നോട്ട് വന്നത്. അത് അന്വേഷിച്ച് അതിൻ്റെ എന്താ പറയുക നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയിട്ട് ഇപ്പം നാട്ടിൽ നിൽക്കുന്ന ഒരു മാനസിക സംഘർഷം അതില്ലാതാക്കാലോ. ആരും ഇവിടെ ഞാൻ പ്രത്യേകം പറയാണ്, ഇവിടെ ആരും അമ്പലത്തിനെതിരല്ല. അമ്പലവും ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തന്നെ പറഞ്ഞോളി. പക്ഷെ എന്താണെന്ന് കഴിഞ്ഞാൽ ശുചീകരണ തൊഴിലാളി കാണിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ അസ്ഥികൂടങ്ങൾ ഉണ്ടോ, ആരെങ്കിലും മരണപ്പെട്ടത് ഉണ്ടോ എന്ന് എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. പക്ഷെ പേടിപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ആരോപണം എന്താ പറയുക സ്വബോധമുള്ള ഒരു മനുഷ്യന് പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക ഭയാനകത മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് അതെന്താക്കണം, അതിലേക്ക് എത്തണം. പക്ഷേ ചോദ്യം ചോദിക്കപ്പെടുന്ന ആളാണ് കുറ്റക്കാരനായി മാറുന്നത്. ഇപ്പോൾ തന്നെ ഒരു അസ്ഥിക്കൂടം എടുത്ത് ആ അസ്ഥിക്കൂടം ആരെടുത്ത്, ആരൊക്കെ വീഡിയോ എടുത്ത്, ആരൊക്കെ അവിടെ അസ്ഥിക്കൂടത്തിന് എടുക്കാൻ പോയി, ഇതാണ് ഇപ്പോഴത്തെ വിഷയം. അതല്ലല്ലോ വിഷയം. ഈ എടുത്ത അസ്ഥിക്കൂടം ഇതിൻ്റെ ബാക്കിയുള്ളത് അയാൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ അത് അന്വേഷിക്കുകയാണല്ലോ വേണ്ടത്. അല്ലാതെ ഇപ്പം കാണിക്കുന്ന ആ ചാനലുകളിൽ കാണിക്കുന്ന വീഡിയോ ആരെടുത്ത് അതിൻ്റെ പിറകെ പോകുന്നതിലാണ് അത്ഭുതം തോന്നുന്നത്. ഇപ്പം സാർ, ഒരു ഞെട്ടിപ്പിക്കുന്ന അടുത്തൊരു കാര്യം,
നമ്മൾ കണ്ണൂരുള്ള ഒരു അമ്മ അദ്ദേഹത്തിൻ്റെ സഹോദരനെ അവിടെ നിന്ന് മൃഗീയമായി അടിച്ച് 2 മാസത്തോളം അദ്ദേഹം കാണാതായിരുന്നു. ഇവരന്വേഷിച്ച് പോയ സമയത്ത് ആ അമ്മയും അവരുടെ എന്താ പറയുക ഈ ഇതിൽ അപകടത്തിൽപ്പെട്ട ആ ആളുടെ മകനും പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോയല്ലോ ഈ ആളുകളെ കണ്ടെത്തി. ഏത് ഈ ഇവരുടെ മൊബൈൽ ഐഫോൺ കയ്യിൽ കരുതിയ ആ ആളെ എന്താ പറയുക ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പോയി കണ്ടപ്പം അവിടെ 3 ശവങ്ങളാണല്ലോ ഇവർക്ക് കാണിച്ചു കൊടുത്തത് ആണുങ്ങളെ. ഒരാൾ മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിലും. അപ്പം ഇവർ ചോദിച്ചു ഇതാരാണ്, നമ്മൾ കൊന്നു കെട്ടിത്തൂക്കിയതാണ്. വേറെ ആളെ മണ്ണിൽ കിടക്കുന്നതാണ് കാണുന്നത്. മൂന്നാമത്തെ ആള് ഒരു പുഴയുടെ സൈഡിൽ ഒരു 3 മൃതദേഹങ്ങൾ. ഈ ആളെ പിന്നീട് 2 മാസത്തിന് ശേഷം ഇവർക്ക് കിട്ടി, പരിക്കുകളോട് കൂടിയിട്ട് കിട്ടി. ഇവരെ കയ്യിലുള്ള ആ മനുഷ്യന്റെ കയ്യിലുള്ള മലയാളി ആയിട്ടുള്ള ആ മനുഷ്യന്റെ കയ്യിലുള്ള സകല സാധനങ്ങളും കൊള്ളയടിക്കപ്പെട്ടു. അദ്ദേഹം പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോയി. അവരുടെ മക്കളായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു സാർ. അപ്പം ഞാൻ ചോദിക്കാണ്, കാട്ടിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഞാനും മരക്കച്ചവടമാണ് ചെയ്യണത്, ഞാനും കാട്ടിൽ പോകുന്ന ആളാണ്. വെറുതെ ഇങ്ങനെ ശവങ്ങളൊന്നും വീണ് കിടക്കൂലോ. ഈ ശവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ആരുടേതാണ്, ഇത് അന്വേഷിച്ച് ആ 3-4 ആളുകളെ പ്രതിയായി കിട്ടിയെന്ന് കേട്ട് അന്ന് ആ കാലത്ത് 2015 കഥയാണ്. ഈ ആളുകളൊക്കെ പിന്നീട് എന്തായി, ശിക്ഷിക്കപ്പെട്ടോ വെറുതെ വിട്ടോ, ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. എസ് ഐ ടി ഉണ്ടാക്കി അതിൽ നിന്ന് ഓരോരുത്തരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ DCP സുമലത അതിൽ നിന്ന് പിന്മാറുകയാണ് എന്നാണ് പറയുന്നത്. അനുജത് പിന്മാറുമെന്ന് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആരെയാണ് ഇവർ പേടിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ ശുചീകരണ തൊഴിലാളി കൊടുത്ത പോലീസിന് കൊടുത്ത മൊഴി താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് എൻ്റെ ധാരണ. 98-ൽ തൻ്റെ സൂപ്പർവൈസർമാർ പോലീസിൽ മറവ് ചെയ്യണം, അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കാതെ ഈ കാണുന്ന മൃതദേഹങ്ങൾ മറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ചെയ്യാൻ ഈ തൊഴിലാളി വിയോജിക്കുന്നു. വിയോജിച്ചാൽ നിങ്ങളെയും കൊന്ന് കഷ്ണങ്ങളായി, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെയും നിങ്ങളെ കുടുംബത്തെയും കൊന്നു കഷ്ണങ്ങളായി ഇങ്ങനെ കുഴിച്ചിടും എന്ന് പേടിപ്പിക്കുന്നു. അങ്ങനെ കൃത്യങ്ങൾക്ക് തയ്യാറാവുന്നു. 12-നും 15-നും ഇടയിലുള്ള ഒരു കൗമാരക്കാരിയുടെ നഗ്ന ശരീരം സ്കൂൾ ബാഗ് അടക്കം കുഴിച്ചിട്ട കാര്യം പറയുന്നു. എന്താണ് കൊലപ്പെടുത്തിയതിന് ഇപ്പോൾ അവിടെ പലരെയും കൊണ്ടുവന്ന് കസേരയിൽ കെട്ടിയിട്ട് തുവാല ഉപയോഗിച്ച് ശ്വാസം മുട്ടി കൊലപ്പെടുത്തിയതിന് താൻ ദൃക്സാക്ഷിയാണെന്ന് പറയുന്നു. അത് ഡീസൽ ഉപയോഗിച്ച് കത്തിച്ച കാര്യം പറയുന്നു. തെളിവടക്കം നശിപ്പിച്ച കാര്യം പറയുന്നു. കോടതിയിൽ 164 മൊഴിയും കൊടുക്കുന്നു. പോലീസ് അനങ്ങുന്നില്ല. ഇത് വെള്ളരിക്കാപ്പട്ടണമാണോ ശ്രീ ജോർജ് ജോസഫ്? നമ്മൾ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വെള്ളരിക്കപ്പട്ടണമൊന്നും കാണില്ല. പക്ഷേ നമ്മളിപ്പം കർണാടകയിൽ കാണുന്ന ഈ സ്ഥലം പോലെ ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട്. ഹരിയാനയിൽ, അതുപോലെ പഞ്ചാബിൽ, ഓരോ സ്ഥലത്തും ഉണ്ട്. പക്ഷേ അത് പതുക്കെ മാത്രമേ അതിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ഭീകര സംഘടനയുടെ കയ്യിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ വർഷങ്ങളെടുക്കും. പലരും കൊല്ലപ്പെടും. ഇത് പിന്നെ ആരെ വേണേലും കൊല്ലാമെന്നുള്ളൊരു നിലവാരത്തിലേക്ക് വരുന്നുണ്ട് അവിടെ. കാരണം ഇതിനകത്ത് നീതി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവിടുത്തെ SIT ടീം ഉണ്ടാക്കിയിട്ട് മൊഹന്തി DGPയുടെ കീഴിലുള്ള അവിടുന്ന് ഒരു IG അവിടുന്ന് അദ്ദേഹത്തിന് അസൗകര്യമാണെന്ന് പറഞ്ഞ് അതേ അവിടുന്ന് ഉരുണ്ടു. അവിടുത്തെ ബാംഗ്ലൂരിലെ DCP ആ IPS ലേഡിയും അതിൽ നിന്ന് മാറി. കാരണം ഇതിനകത്ത് അതിശക്തമായ എതിർപ്പുകൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് പലരും പിന്മാറുന്നത്. ഒരു പോലീസിങ് യഥാർത്ഥത്തിൽ അവിടെ ഇങ്ങനെ നടക്കില്ല. വർഷങ്ങളായിട്ട് ആൾക്കാരെ കൊന്നുകൂട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു നിയമപരമായ ചില കാര്യങ്ങൾ പലരും പറയുന്ന അവിടെ ആളെ കൊന്നു കുഴിച്ചുമൂടിയ സ്ഥലത്ത് ഇഷ്ടം പോലെ സ്കള്ളും സ്കെലിറ്റനും കിട്ടും. അങ്ങനെ എടുത്തിട്ട് എന്താ പ്രയോജനം? അവിടെ പ്രയോജനം ഉണ്ടാവില്ല. ആ കേസ് കൊണ്ടൊന്നും ആളുടെ മനുഷ്യൻ്റെ അവയവങ്ങൾ അല്ലെ അസ്ഥിയാണ്, അല്ലെ തലയാണ്, അല്ലെ കൈയാണ്, കാലെന്ന് പറയാമെന്നുള്ള ഇത് ആരുടെയെന്നും കണ്ടെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഓരോ കേസും പെർട്ടിക്കുലറായിട്ട് സ്പെസിഫിക് ആയിട്ട് എടുക്കണം. എല്ലാം കൂടെ പിടിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മരിച്ചിരിക്കുന്ന അവരുടെ വീട്ടുകാർ അവർ മുന്നോട്ട് വരാൻ, അവരൊക്കെ ഭയങ്കര ഭയപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആരെ വേണേലും എപ്പം വേണേലും കൊല്ലാം. ഇതിനു വേണ്ടി മുന്നിട്ട് നടക്കുന്ന പല ആൾക്കാരും അവർ കൊന്നുകളയും. അങ്ങനെയാണ് ഇതൊരു അനുഭവം. പക്ഷേ അങ്ങോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറാനായിട്ട് അത് സ്വല്പം ബുദ്ധിമുട്ടാണ്. നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ അവിടെ കൽക്കുർക്കിയുടെയും അവിടെ ഗൗരി ലങ്കേഷിൻ്റെയൊക്കെ മരണം, ബുദ്ധിജീവികളുടെയൊക്കെ മരണം നടന്നിട്ട് അത് വെടിവെച്ച് കൊല്ലുമായിരുന്നു. അവർ താമസിക്കുന്ന വസതി ചെന്നിട്ട് തോക്ക് ഉപയോഗിച്ചിട്ട് അവരെ കൊല്ലുകയാണ്. അങ്ങനെ 4 പേരെ അവിടെ കൊന്നിട്ടുണ്ട്. അത് 4 പേരും എഴുത്തുകാരും ബുദ്ധിജീവികളും അറിയപ്പെടുന്നവരൊക്കെ തന്നെ. പക്ഷേ അതിനകത്ത് 3 പേരെ പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞാണ് CBI അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ നിലവാരം. അത് അതിശക്തമായ ഒരു കോട്ടയിലേക്കാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതിന് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് അടുത്ത് ഉണ്ടാകുമെന്ന്. പലരും വിസ്മരിക്കപ്പെടുന്നു. അവരുടെ കേസ് അവരുടെ മക്കളെ കൊന്നു, അല്ലെ സഹോദരിയെ കൊന്നവരൊക്കെ
അവരുടെ പ്രായം ചെല്ലുന്നിടം വരെ അവരത് ഫൈറ്റ് ചെയ്തിട്ട് അവരങ്ങ് വിസ്മരിക്കപ്പെടുകയാണ്. അതിശക്തമായിട്ട് ആര് രംഗത്ത് വരുന്നോ അവരെ കൊലപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇതിന് ടൈം എടുക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ നീക്കം നല്ലതാണ്. കാരണം അവിടെ 10,000 അഡ്വക്കേറ്റ്സ് ഇതിനെതിരായിട്ട് രംഗത്ത് വന്ന നല്ല കാര്യമാണ്. അത് അങ്ങനെ ശക്തമായ പ്രതിരോധം തീർത്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാനൊക്കൂ. താങ്കൾ ഈ പറയുന്ന അന്വേഷണത്തിന്റെ താങ്കൾ പറയുകയും ചെയ്യണം, അന്വേഷണത്തിന്റെ അടുത്ത സാങ്കേതിക വശമാണല്ലോ. ഇവിടുത്തെ പ്രശ്നം ആരും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഒരുപാട് പേർ പുണ്യസ്ഥലമായി കഴിയുന്ന സ്ഥലമാണ്. ഒരുപാട് നമ്മൾ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് വിശ്വാസികൾ അങ്ങോട്ടേക്ക് പോകുന്ന ക്ഷേത്രമാണ് അവിടെ. അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ ചുറ്റുപാട് അതുമായി ബന്ധമില്ലെങ്കിൽ കൂടിയും അതിനെ ചുറ്റുപാട് നടക്കുന്നത് കേൾക്കുന്നത് ചോരമരയ്ക്കുന്ന സംശയങ്ങളും ഇത്തരത്തിൽ അവിടെ ഇവിടെയൊക്കെ മൃതദേഹങ്ങൾ കിടക്കുന്നതും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ലോറി ഡ്രൈവറുടെ ഒരു പ്രതികരണം ഞാൻ കേട്ടു, ജോർജ് ജോസഫ്. അദ്ദേഹം പറയുന്നത് ആ വഴി അദ്ദേഹം പോകുമ്പോൾ ഒരു രാത്രി ഒരു പെൺകുട്ടി 18-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടി നഗ്നയായി ശരീരമൊട്ടാകെ മുറിവുകളും ചോരകളുമായി ഓടി വരുന്നു. അദ്ദേഹം നിർത്തി എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും 3 പേർ അതിൻ്റെ പിന്നാലെ വണ്ടിയിൽ വരുന്നു. ഈ ലോറി ഡ്രൈവറെ ഓടിച്ചു വിടുന്നു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴേക്കും ഞണ്ട് തിന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ സംശയിക്കുന്ന ഒരു മൃതദേഹം അവിടെ നിന്ന് അയാൾ തന്നെ കാണുന്നു. ഇതൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ എന്ത് ഭീകരമാണ്. എന്നിട്ടും ആർക്കും അന്വേഷിക്കേണ്ട, ആർക്കും പരാതിയില്ല. അവിടെ ഭരണപക്ഷത്തിന് പ്രശ്നമില്ല, പ്രതിപക്ഷത്തിന് പ്രശ്നമില്ല, മാധ്യമങ്ങൾക്ക് പ്രശ്നമില്ല. ഇതെന്താണ് ശ്രീ ജോർജ് ജോസഫ്? അതാ ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ധാരാളം ഇന്ത്യയിലുണ്ടെന്ന്. അത് നമ്മൾ കേരളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളിത് ക്യാച്ച് ചെയ്യുന്നത്. ഇതുപോലെയുള്ള പല സ്ഥലങ്ങളും ഇന്ത്യയിലുണ്ട്. അവിടെയെങ്കിലും ഒരു നീതി നടപ്പാക്കത്തില്ല. പ്രതികൾ യഥാർത്ഥം നടക്കും. കൊന്നവർക്ക് അവരുടെ ബന്ധു അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ അപ്പൻ അമ്മ നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവർ വിലപിച്ചുകൊണ്ട് കുറേ നടക്കും. ഇതാണ് ഞാൻ ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുതൽ പറയുന്നത്, ഇതിനകത്ത് ഇപ്പം മനാഫ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭീഷണിയാണ്. അവിടെ ഇപ്പം ചാനലുകാർ പോയിരിക്കുന്നത് അവിടെയുള്ള കർണാടകയിലുള്ള ഒരു ചാനലുകാരും പോകുന്നില്ല. അവിടെ യൂട്യൂബേഴ്സ് ഒരാളുണ്ടെന്ന് അയാളെ റിമൂവ് ചെയ്യാനായിട്ട് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇത് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ അവിടുത്തെ കർണാടക ഹൈക്കോടതിയിലോ കൃത്യമായൊരു ഓർഡർ വാങ്ങണം. കാരണം ഇത് തെളിയാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. ഇനി തെളിയിച്ച് കൊണ്ടുവരാൻ കാരണം അവിടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത്ര ബോൾഡായിട്ടുള്ളവരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ഇപ്പോൾ അയാൾ പറഞ്ഞ മൊഴി അനുസരിച്ച് ഇന്നടുത്ത ഭാഗത്ത് കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ കുഴിച്ചെടുത്ത് പോയി കുറേ സ്കള്ളും ഇതെല്ലാം കിട്ടിയുണ്ട്, ഒരു പ്രയോജനമില്ല നിയമപരമായിട്ട്. അതേ സമയത്ത് അവിടെ കുറേ ആൾക്കാർ, ഇപ്പം തളിപ്പറമ്പിലെ ഒരാൾ അയാളുടെ വസ്തു പിടിച്ച് എടുത്തു എന്ന് പറയുന്നുണ്ട്. അയാളുടെ ഫാദറിനെ ലോറി തട്ടി കൊന്നതാണെന്ന് കൃത്യമായിട്ട്, അതൊക്കെ കറക്റ്റാണ്, അതിനൊന്നും ശാരി സംശയമില്ല. അങ്ങനെ തന്നെയാണ് കൊന്നത്. അവരെ വെല്ലിപ്പനെ കൊണ്ടിട്ട് മർദ്ദിച്ച സ്ഥലമാണ് 20 ഏക്കർ സ്ഥലം, കണ്ണായ സ്ഥലം അവർക്ക് പോയി. ഇനി 20 ഏക്കറുണ്ട്. പക്ഷേ അവിടെയൊക്കെ പോയി സ്ഥലമെടുക്കുന്ന മലയാളികൾ ഇതുപോലുള്ള ത്രെട്ട് കുറേ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലരും കൊല്ലപ്പെടുന്നുമുണ്ട്. ഇവിടെ ഇപ്പം നിയമപരമായിട്ട് നീങ്ങുന്നെങ്കിൽ അവിടെയുള്ള 1986-ലെയും 1979-ലെയും അതുപോലെ തന്നെ അങ്ങനെ ചില 3-4 ആൾക്കാർ മലയാളി ഉൾപ്പെടെയുള്ള ആ കൊലപാതകങ്ങൾ മാത്രം പൊക്കിക്കൊണ്ട് വരിക. അപ്പം മറ്റുള്ളവർക്കൊരു പാഠമാവും. അല്ലാതെ എല്ലാം കൂടെ നമ്മൾ നോക്കിയാൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അത് വേറൊരു കാര്യമുണ്ട്. കൊന്നിട്ടെന്ന് പറയുന്ന കൊഴിച്ചിട്ടെന്ന സ്ഥലത്തുനിന്ന് പോയി കുറേ സ്കള്ളും സ്കെൽറ്റനും കിട്ടിയിട്ട് എന്ത് പറയണം? അല്ല, ശരിയാണ്. ഞാൻ താങ്കൾ പറയുന്ന അന്വേഷണത്തിന്റെ വഴിയാണ്. പക്ഷേ ഇന്ന സ്ഥലത്ത് ഞാൻ ഒരാളെ കുഴിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഞാൻ 4 പേരെ കുഴിച്ചിട്ടു, ഇന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കുഴിച്ചിട്ടു, ഇന്ന സ്ഥലത്ത് സ്കൂൾ ബാഗ് അടക്കം ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് കുഴിച്ചിട്ടു എന്നാൽ പറയുമ്പോൾ അവിടെ പോയിന്ന് ഒന്ന് അന്വേഷിക്കണ്ടേ? അതിനുള്ളിൽ ഈ പറയുന്ന ഇയാൾ പറയുന്നത് സത്യമാണോ? അതിനുള്ളിൽ ഇപ്പോൾ നസ്തികൂടങ്ങളുണ്ടോ എന്നൊരു അന്വേഷിക്കാൻ ഒരു നീക്കം ഉണ്ടോ? അതുണ്ടാവുന്നില്ലല്ലോ. അതാണല്ലോ പ്രശ്നം. ഞാൻ അങ്ങയിലേക്ക് എത്താം. താങ്കൾ പറയുന്നതും പ്രസക്തമാണ്, അന്വേഷണ വഴിയിൽ പ്രസക്തമാണ്. ശ്രീ വിനോദ് മേക്കോത്ത് ഇവിടെ ഉണ്ടാവണം. ഇവിടെ അവിടുത്തെ സർക്കാർ, അവിടുത്തെ ഭരണപക്ഷത്തിന് കാര്യമായ താല്പര്യമില്ല. SIT ആർക്കോ വേണ്ടി ഓക്കാനിക്കുക നമ്മൾ പറയില്ലേ എന്ന് പറയുന്നത് പോലെ ഒരു SIT ഈ പറയുന്ന പ്രഷർ മൗണ്ട് ചെയ്തതുകൊണ്ട് ഉണ്ടാവുന്നു. അതിൽ നിന്ന് 2-3 പേര് ഇപ്പോൾ തന്നെ പിന്മാറാൻ പോകുന്നുണ്ട്. അത് ഏത് രീതിയിൽ പോകുന്ന കാര്യം അറിയില്ല. മാത്രമല്ല ഇയാൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയി ഞാൻ കുഴിച്ചിട്ട സ്ഥലം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ആ സംഘത്തോട് പറയുകയും ആ സംഘം പോയി അത് മാറ്റില്ലെന്ന് എന്താണ് ഉറപ്പ്? ആർക്കാണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. ശ്രീ വിനോദ് മേക്കത്ത് ഉണ്ടാവേണ്ടത് ഇത് രാജ്യത്തെ ഒരുപക്ഷെ രാജ്യം കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു നരമേധത്തിൻ്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആവണം ഇത്. അതിൻ്റെ സത്യം അന്വേഷിക്കണം, സത്യം കണ്ടെത്തണമെന്നുള്ള ഒരു പൊളിറ്റിക്കൽ വില്ല് അതിലുണ്ടാവണം, ഒരു രാഷ്ട്രീയ ഇച്ഛ അതിലുണ്ടാവണം. ഈ പറയുന്ന ആൾക്കാർ അധികാര കേന്ദ്രങ്ങളിൽ ശക്തരായി വ്യാപരിക്കുമ്പോൾ, സാമ്പത്തിക മേഖലകളിൽ അതിലും ശക്തരായി വ്യാപരിക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ ഇച്ഛ ഉണ്ടാകുമെന്ന് കരുതണോ നമ്മൾ വെറുതെ? ശ്രീ വിനോദ് മേക്കോത്ത്. അല്ല, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഇത്തരത്തിൽ തലമറവാകുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക്
എത്തിച്ചേരാനുള്ള അവസാനത്തെ അത്താണി ഏതാണ് ജനാധിപത്യ സമൂഹത്തിൽ? ഇവിടുത്തെ എക്സിക്യൂട്ടീവാണ്, ഏറ്റവും ഒടുവിൽ നിയമ സംവിധാനമാണ്. ഇതിനു വേണ്ടിയൊക്കെ ശബ്ദിക്കേണ്ടത് മാധ്യമങ്ങളാണ്. ഇതെല്ലാം പിന്നെ എന്താ പറയുക, അവിടെ ഈ അവസരത്തിനൊത്ത് ഉയരുന്ന തരത്തിലേക്ക് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശ്മി ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ SIT-യിൽ അല്ലാതെ മറ്റെന്തിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? വേറെ എന്താണ് നമ്മുടെ മുമ്പിൽ കരണീയമായിട്ടുള്ളത്? നമുക്ക് വേറെ എന്തിനെക്കുറിച്ചാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? ആ SIT-യിൽ നട്ടല്ലുറപ്പുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ FIR ഇട്ടല്ലോ ജൂലൈ മാസം 4-ാം തീയതി അവിടെ വന്ന SP, അതുപോലെ നട്ടല്ലുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും തെളിയിക്കണം എന്ന് മനസ്സിൽ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ, അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് ഇടപെടൽ ശ്രമിക്കണം. പക്ഷെ ആ പ്രതീക്ഷ എങ്ങനെയാണ് വെച്ച് പുലർത്താൻ കഴിയുക? ആ ദിവസം ഞാൻ കരുതിയത് ഈ ശുചീകരണ തൊഴിലാളി അന്ന് അവിടെ വരില്ല എന്നാണ് ഞാൻ കരുതിയത്. അത് അങ്ങനെ കരുതാൻ പല കാരണങ്ങൾ. ഒന്നാമത്, അയാളുടെ വന്നു നിന്നാൽ അയാളെ കൊന്നുകളയും എന്ന് അയാൾ തന്നെ പേടിക്കുന്നു. പ്രാണഭയം എന്നുള്ളത് ഏറ്റവും വലിയ ഭയമാണ്. അയാളുടെ കുടുംബം എവിടെയാണെന്നുള്ള കാര്യം ഈ മാഫിയയ്ക്ക് അറിയാം. അയാളുടെ കുടുംബത്തെ ജീവനക്ക് സംശയമുണ്ട്. ഞാൻ വിചാരിച്ചത് ശുചീകരണ തൊഴിലാളി മുങ്ങുമെന്നാണ്. അയാൾ മുങ്ങിയില്ല. അയാൾ കൃത്യസമയം അവിടെ നിന്നു. മുങ്ങിയത് പോലീസുകാരാ. അങ്ങനെ മുങ്ങിയ പോലീസുകാരുള്ളപ്പോൾ എന്ത് SIT? ശ്രീ വിനോദ് മേക്കോത്ത്. അല്ല, SIT എന്ന് പറയുമ്പം DGP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന DGP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അനുച്ഛേദവും അതുപോലെ തന്നെ സൗമ്യലതയും ഒക്കെ പിന്മാറും എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നെങ്കിലും, ഇന്ന് ഏറ്റവും ഒടുവിൽ 20 അംഗ ടീം അഡീഷണലായിട്ട് വെച്ചുകൊണ്ട് 24 അംഗ ഫുൾ ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്നത്തെ മാധ്യമ വാർത്തയാണ് 24 അംഗ ടീമിൽ ഈ പറയുന്ന അനുച്ഛേദവും അതുപോലെ തന്നെ സൗമ്യലതയും ഒക്കെ ഉണ്ട്. അവർ പിന്മാറിയതായി ഇപ്പോൾ വൈകുന്നേരം വാർത്ത വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ആ 24 അംഗ ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരുണ്ട്. അനുച്ഛേദ് നേരത്തെ അന്വേഷണത്തിൽ പങ്കെടുത്തയാളാണെങ്കിലും അതെല്ലാം കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അത് അന്ന് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അന്വേഷണം നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ, ഇന്നത്തെ തലത്തിലുള്ള ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല അന്ന് അവിടെ ചെറിയൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് കുറെ കൂടി വലിയ പവേഴ്സ് ലഭിക്കുമ്പോൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ പ്രതീക്ഷിക്കാനല്ലേ നമുക്ക് പറ്റൂ. മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഏത് സംവിധാനത്തെക്കുറിച്ച് ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും പറയട്ടെ, ഹാഷ്മി പറയൂ, ഏത് സംവിധാനത്തെയാണ് ജനാധിപത്യ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ നിയമവാഴ്ചയുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? ഏതെങ്കിലും ഒരു പിന്നെ സേതുരാമയ്യർ വന്ന് ഇതെല്ലാം തെളിയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അത് സിനിമയിൽ നടക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ഇത് ഗ്രൗണ്ട് ലെവലിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് SIT തന്നെയാണ്. ആ SIT-യിൽ നിന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റൂ. നമുക്ക് ഹിപ്പോത്തറ്റിക്കലായി അതിപ്രകാരം പ്രവർത്തിക്കില്ല എന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല എന്ന് മാത്രമാണ്. അതെൻ്റെ പ്രതീക്ഷയാണ്. അങ്ങനെ വരണേ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അശ്വിൻ നേരത്തെ സൂചിപ്പിച്ചു, RSS-ലെ ഈ പറയുന്ന തരത്തിലുള്ള റിഫ്റ്റിൻ്റെ ഭാഗമായി അവർക്കിടയിൽ ഉണ്ടായ എന്ത് അഭിപ്രായ വ്യത്യാസമോ ആര് തമ്മിലോ ഉണ്ടാകട്ടെ, ഇവിടുത്തെ അതിൻ്റെ റിസൾട്ട് എന്താണ്? റിസൾട്ട് എന്ന് പറയുന്നത് സൗജന്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ തിരോധാനത്തെ സംബന്ധിച്ച് അവളെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി സജീവമായി നിലനിൽക്കുന്ന ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായല്ലോ. അതിൻ്റെ പരിണതി എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ കോടതികൾ മുഴുവൻ ഈ വിഷയം ഏറ്റെടുക്കുകയും അഭിഭാഷകർ ഏറ്റെടുക്കുകയും മാധ്യമങ്ങളിൽ ഈ പറയുന്ന യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതെല്ലാം ഏറ്റെടുക്കുകയും സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു SIT പ്രഖ്യാപിക്കേണ്ട നിലയിലേക്ക് പോയില്ലേ? ആ നിലയിലേക്ക് ഈ സമരം എത്തിച്ചേർന്നില്ലേ? അത് RSS-ന് ഇടയിലുള്ള റിഫ്റ്റോ എന്തോ ആവട്ടെ, എന്തായാലും ഈ സംഗതി പൊട്ടിപ്പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ പഴയ ശശി തരൂർ പറഞ്ഞതുപോലുള്ള ഒരു ഉപമയാണ് അന്ന് നരേന്ദ്രമോദിയെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞിരുന്നു. ശിവലിംഗത്തിന് മുകളിലുള്ള തേളാണെന്ന് മോദി എന്നൊക്കെ പറഞ്ഞിരുന്നു ശശി തരൂർ. ഇന്നെന്താ അത് അങ്ങനെ പറയുന്നില്ല. അതുപോലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് പുറത്ത് കയറി നിൽക്കുന്ന കരിന്തേളാണ് ഈ വീരേന്ദ്ര ഹെഗ്ഡെ. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ആ കരിന്തേൾ കൂട്ടമാണ്. ഇതറിയാതെയല്ല നമ്മൾ ഇതിനെതിരെ സംസാരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഈ തരത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ജനാധിപത്യ ബോധമുള്ള നിയമ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നമുക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെ പറയാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ ഇതിൽ കൂടുതൽ ഇപ്പോൾ ഈ 2 ഗാഗ് ഉത്തരവുകൾ വന്നു എന്ന് പറഞ്ഞല്ലോ. പണ്ട് നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, കുമ്പളം കട്ടവൻ്റെ തോളിലത നൊര എന്ന് പറയുമ്പോൾ ഈ കുമ്പളം കട്ടവൻ നൊര തട്ടിക്കളഞ്ഞു പോലും. അതുപോലെയല്ലേ തൻ്റെ പേരിൽ, തൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പേരൊക്കെ പരാമർശിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ ഒരു വാർത്തയായി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വീരേന്ദ്ര ഹെഗ്ഡെ പ്രഭൃതികൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ
എന്നുള്ളത് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്നതാണ്, ആർക്കും ഊഹിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ജേക്കബ് ജോർജ് സാറ് പറഞ്ഞതുപോലെ, നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ, ഇവിടെ അത് നിയമപരമായി തെളിയിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടതുണ്ട്, അതിനുള്ള അറ്റംപ്റ്റ് നടത്തേണ്ടതുണ്ട്, അതിനാവശ്യമായ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ പോയാൽ എന്തായാലും അങ്ങയുടെ ശുഭാപ്തി വിശ്വാസത്തെ ഞാൻ അംഗീകരിക്കുന്നു, അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തരം ആളുകൾ ഈ അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ ഏറ്റവും കരുത്തുറ്റ സ്ഥലത്ത് നിൽക്കുമ്പോൾ, അവർ ഈ സാമ്പത്തികാധികാരം പൂർണ്ണാർത്ഥത്തിൽ കൈയാളുമ്പോൾ, ഈ പറയുന്ന ക്വാറികൾ, ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരു മേഖല ഒന്നാകെ കൈയടക്കി വെച്ചിരിക്കുന്ന സാമ്രാജ്യങ്ങളായി വാഴുന്നൊരു സ്ഥലത്ത് ആ ശുഭാപ്തി വിശ്വാസം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ഞാൻ തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ മനാഫ്, ഈ ചുമ്മാ അങ്ങ് URL എടുത്ത് കളയണം എന്നൊരു കോടതി പറയില്ലല്ലോ. ഈ പറയുന്ന രീതിയിൽ അത് അനിവാര്യമല്ലെങ്കിൽ കൂടിയും ഇങ്ങനെ പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബറെ അല്ലെങ്കിൽ യൂട്യൂബർമാരെ നോട്ടീസ് അയക്കുകയും എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുക എന്നൊന്നുകൂടിയുണ്ട്, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കാര്യമായതുകൊണ്ട്. ഇത് ആരെയും പറയുന്നത് കേൾക്കാതെ 2864 വാർത്താ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ലിങ്കുകൾ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റണം, ഡിലീറ്റ് ചെയ്ത് കളയണം എന്നങ്ങ് കോടതി പറയുകയാണ്. എന്തൊരു സ്വാധീനമാണ് അങ്ങനെയാണെങ്കിൽ ആ കൂട്ടർക്ക്, ശ്രീ മനാഫ്? സാർ, ഇതിൻ്റെ മുന്നേ ഒരു 150ഓളം യൂട്യൂബേഴ്സിൻ്റെ ഇത് ഡിലീറ്റ് ചെയ്തതാണ്. അതിനേക്കാൾ കൂടുതൽ ഇപ്പം വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഒരു പരാതി വന്ന് ഒരു 100 യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇത് കാണാൻ എത്ര മാസങ്ങൾ പിടിക്കും? അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ നോക്കണമെങ്കിൽ എത്ര മാസം പിടിക്കും? സത്യത്തിൽ ഇത് വരിക ഒറ്റയടിക്കുക, അതങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ഏത് രാജ്യമാണ്? എന്താ ഇവിടുത്തെ നിയമത്തിൻ്റെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഒരു മാസങ്ങൾ കൊല്ലങ്ങൾ വേണ്ടി വരും ഇതൊക്കെ കൂടി ഒരു ജഡ്ജി ഇരുന്നിട്ട് ഈ യൂട്യൂബിലെ എന്താ പറയുക കഴമ്പുണ്ടോയെന്ന് നോക്കണമെങ്കിൽ തന്നെ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വരും. അതാണ് ഒറ്റയടിക്ക് എന്താക്കണത്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കാളുന്നത്. ഇതുപോലത്തെ ഇത്ര സ്പീഡിൽ തീരുമാനങ്ങൾ, മറ്റുള്ള വിഷയങ്ങൾ, ഇന്ത്യയിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ തീരുമാനിക്കാൻ ജഡ്ജികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കോടതികൾ, ബഹുമാനപ്പെട്ട കോടതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിൽ ഒരു കേസും പെൻഡിങ് ആയി കിടക്കൂല, വളരെ ഈസി ആയിട്ട് തീരും. ഇതിന് കൊടുക്കുന്ന സ്പീഡ് ആ ഒരു ശുചീകരണ തൊഴിലാളി ഭീമ പറയണ ആ കുഴി തോണ്ടാനും കൂടി കാണിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കും. ആ വിഷയത്തിന് ഒരു ക്ലാരിറ്റി വന്ന് കഴിഞ്ഞ്, ഉണ്ടോ ഇല്ലയോ കഴിഞ്ഞ്. പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. സാർ, വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ചില ആളുകൾ ബോധപൂർവം ഇതിനെ ജാതി മത ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്താക്കാണ്, കുടുക്കിയിടുകയാണ്. ഞങ്ങൾക്കുള്ളിലൊരു പ്രശ്നമുണ്ട്, ഈ സൗജന്യൻ്റെ പോരാട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്കുള്ളിലൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ബോധപൂർവം നമ്മൾക്കുള്ളിലുള്ള ആളുകൾ തന്നെ, മലയാളികളായ പ്രവർത്തകർ തന്നെ, മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ, ഇവർ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇതാക്കണത്. ഇതൊരു എന്താ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്നേ വരെ കാണാത്ത ഒരു ഐതിഹാസിക പോരാട്ടത്തിൻ്റെ തുടക്കമാണെന്ന് തന്നെ പറയാം ഇതിനെ. ഇങ്ങനെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ടൈമിന് മറ്റുള്ളവർക്കുള്ളിൽ ഈ പോരാട്ടം എങ്ങനെ തകർക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളും ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, ഇവിടെ ഈ സമൂഹത്തിലുണ്ട്. സാർ, വേറൊരു കാര്യം, ഈ വിഷയം ഒരു നിസ്സാര വിഷയമല്ല. ഈ വിഷയത്തിന് ഞാനൊരു പുലിയോട് ഉപമിക്കുകയാണ്. ഒരു വലിയൊരു ക്രൂരനായ ഒരു പുലി, ആ പുലിൻ്റെ മേലേക്കാണ് ഞാനും ഇതുപോലുള്ള ഒരുപാട് ആളുകൾ, വിനോദ് മേക്കോത്ത് ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, എല്ലാവരും കൂടി എടുത്ത് ചാടിയത്. ഈ പുലിനെ ഇപ്പം ഇങ്ങനെ കിടത്തി വെച്ചിക്കുക. ഈ പ്രശ്നം ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളെ തന്നെ തിന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. അല്ല, ഞാൻ കിടന്നു നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? ഞാൻ പറയാം, ഈ പുലിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീരേന്ദ്ര ഹെഗ്ഡെയും ഈ പറഞ്ഞ ക്ഷേത്രത്തിന്റെ ധർമാധികാരി എന്ന് പറയുന്ന ആളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമാണെങ്കിൽ അവർ വലിയ സാമ്രാജ്യങ്ങളാണ്, അവർ വലിയ സ്വതന്ത്ര സാമ്രാജ്യങ്ങളാണ്. അതെ, ഞാൻ ചോദിക്കട്ടെ, വേറൊരു അത്ഭുതമുള്ള സാർ, ഇപ്പം അത്ര സ്വാധീനമുള്ള ആളുകളാണെങ്കിൽ ഇന്നിപ്പോൾ ഈ വിഷയം 24 എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടും ഇതൊന്ന് കത്തിപ്പടർന്നിട്ടും ഒരു 10 ദിവസമെങ്കിലും ആയല്ലോ. ഇന്ന് കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെ മനസ്സിലും ഒരു ആദ്യമായി നിൽക്കുകയാണ് ഈ വിഷയം. ഈ വിഷയത്തിൽ ഈ സമയം വരെ ഒരു പ്രമുഖനായ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകൻ ഇറങ്ങിയിട്ട് ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇത്രയൊക്കെ വലിയൊരു വിഷയം മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 4 മലയാളികൾ ഇപ്പോൾ ഓൾറെഡി ഈ വിഷയത്തിൽ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്ന്
എന്നിട്ട് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും ഒരു കേന്ദ്രത്തിന് രാഷ്ട്രീയ കത്തൊക്കെ നേതാവ് എഴുതിയിട്ടുണ്ട്. വന്നിട്ട് അമിത്ഷായ്ക്ക് കത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഈ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതേ ഉള്ളൂ, ഒരു കത്ത് എഴുതി തീർത്തു. അതല്ലാതെ അത്രയേ ഒരു ഉള്ളൂ. വോക്കലായ നിൽക്കുന്നില്ല. രംഗത്ത് വരണം. ഇവർ രംഗത്ത് വരണം. ഞങ്ങൾക്കൊന്നും സ്വാധീനം ഇല്ലാത്ത വ്യക്തികളാ, ഒരു രാഷ്ട്രീയ പിൻബലമില്ല, ഒരു എന്താ പറയുക ഒന്നുമില്ലാത്ത വ്യക്തികളാ. ഞങ്ങളെ പോലത്തെ ആളുകൾ വരുന്നതിനേക്കാൾ നല്ലത് ഇവർ വരണം. ഇവർ രംഗത്ത് വന്നിട്ട് എന്താ പറയുക കേരള ജനതയോട് ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുക്കണില്ല. ഇവർ ഏറ്റെടുക്കണം ഈ വിഷയം. ജനങ്ങളെ മുന്നിൽ ഇലക്ഷന്റെ ടൈമിന് മാത്രം വരുന്ന ഒരു ജീവികളായി മാറരുത്, രംഗത്ത് വരണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വിഷയമാണ്. ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2016 മുതൽക്ക് 2025 വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 3700ഓളം പെൺകുട്ടികൾ എവിടെ ഉണ്ട് എന്ന് പോലും ഒരു കണക്കില്ല. ഞാൻ പറഞ്ഞപ്പോൾ ജസ്ന തിരോധാനം അങ്ങനെ ബന്ധിപ്പിക്കാനുള്ള ഒരു ഏതെങ്കിലും ഒരു തെളിവ് ഒന്നും ഇല്ലെങ്കിലും തിരോധാനങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു തുമ്പും തെളിവും ഇല്ലാത്ത പി.സി. ജോർജിനെ പോലുള്ളവർ വ്യാജം പറഞ്ഞുണ്ടാക്കുന്ന ഒരുപാട് തിരോധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അന്വേഷിക്കണ്ടേ ശ്രീ മനാഫ്? അന്വേഷിക്കണോ? അതെ സാർ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞ കേരളത്തിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലും കാണാനായിട്ടുണ്ടോ പെൺകുട്ടികളെ അങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ടേക്ക് പോയി അവിടെ കടത്തി ഇവിടെ കടത്തി എന്നൊക്കെ ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ പുകപടലം സൃഷ്ടിക്കുന്ന കേരള സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കുന്ന അവർ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങണമെന്നേ. ഇത് ഈ പറഞ്ഞ പെൺകുട്ടികൾ എവിടെയാണ്, അതുമായി ധർമ്മസ്ഥലയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുറക്കെ പറയണം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഷനീഷ് ജോയി, നമ്മൾ ചർച്ചയുടെ ഭാഗമായി പല മനുഷ്യന്മാരെയും വിളിക്കുമല്ലോ. അപ്പോൾ ഈ മേഖലയിലുള്ള ഒരാളെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് അവിടുത്തെ അന്ധവിശ്വാസമായിരിക്കും. ഒരു പ്രായമുള്ള മനുഷ്യനാണ് അയാൾ പറഞ്ഞത്. ഷനീഷ്, അവർ പറയുന്നത് അവിടെ ഈ കാട്ടിൽ കാണുന്ന ഒരു പ്രത്യേകതരം ഓന്തുണ്ടത്രേ. ആ ഓന്തിനെ പിടിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതെന്തോ മാരകമായ വിഷാംശം പ്രസരിപ്പിക്കുമെന്നും ആ വെള്ളം കുടിച്ചാൽ അത് കുടിക്കുന്ന ആളുടെ ആന്തരികാവയവങ്ങൾ തകർന്ന് അവർ സൈലന്റ് ഡെത്തിലേക്ക് പോകുമെന്നും അതാണത്ര ഇവരുടെ കൊലപാതക രീതി എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല, അത് അവിടുത്തെ ഒരു മിത്തൊക്കെ ആയിരിക്കാം. അങ്ങനെ പല മിത്തുകളിൽ പല പേടികളിൽ ആൾക്കാർ അല്ലെങ്കിൽ വണ്ടിയിടിപ്പിച്ച് കൊല്ലുമെന്നൊക്കെ പേടിക്കുന്ന ഒരു വലിയ ജനത ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പുറത്തു വന്ന് മിണ്ടാൻ പേടിക്കുന്ന വലിയൊരു ജനത അവിടെയുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീ മനാഫ് പറഞ്ഞു ഒരു സഹോദരനെ കാണാതായ സഹോദരി മുഖ്യമന്ത്രിക്കിടെ പരാതി കൊടുക്കാൻ പോയപ്പോഴേക്കും അവർ പേടിച്ച് പരാതി വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ പേടിക്കുന്ന ഒരു വലിയ ഭീകര ശക്തികൾക്ക് മുന്നിലേക്കാണ് അനീഷ് ജോയി പോയി നിന്ന് ആ സ്ഥലം എനിക്ക് വേണം എന്ന് പറയുന്നത്. പേടിയുണ്ടോ അനീഷ്? എനിക്ക് 2018 എൻ്റെ പപ്പ മരിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, ഒരു 7-8 വർഷം വരെ. കാരണം അന്ന് എൻ്റെ കൂട്ടത്തിൽ ആരും ഇല്ല, അന്ന് എനിക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ട് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുമല്ല അന്നിരുന്ന ഒരു നിയമപാലകൻ തന്നെ എൻ്റെ അടുത്ത് പറയുന്നു നിനക്ക് ജീവഭീഷണി ഉണ്ടെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടത്തിൽ ആൾക്കാരും ഇല്ല, സപ്പോർട്ടിങ് ഇല്ലാതെ ഇരുന്നപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ധൈര്യം വന്നു. കാരണം ഇന്ന് മൊത്തത്തിൽ എല്ലാ ആൾക്കാരും സപ്പോർട്ടീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുമല്ല കേരളത്തിൽ നിന്ന് കുറേ പേര് ന്യൂസ് ചാനലുകൾ എല്ലാവരും ഫുൾ സപ്പോർട്ടീവായിട്ട് വന്നു. അതോടുകൂടിയാണ് എനിക്കൊരു ധൈര്യം വന്നത്. പിന്നെ അതുമല്ല സൗജന്യ കേസിലുണ്ടായിരുന്ന മഹേഷ് ഷെട്ടി തിമറോടി, പിന്നെ അവിടുത്തെ ഗിരീഷ് മട്ടണ്ണ സാറ്, ജയന്ത് ടി, അങ്ങനെ ഒരു ടീമുണ്ട്. അവരെല്ലാവരും ഒരു ഫുള്ള് സപ്പോർട്ടിംഗ് ആയിട്ട് വന്നതാണ് എനിക്കും ഒരു ധൈര്യമായിട്ട് ഇപ്പം വന്നത്. ഞാനത് കാരണമാണ് മുമ്പോട്ട് ഇറങ്ങിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ധർമ്മസ്ഥലത്ത് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം അവർ തന്നെ സൃഷ്ടിച്ച് വെച്ചേക്കുവാണ്. ഈ സാർ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, അവിടെ പുഴയിൽ കിടക്കുന്ന ഒരു കല്ല് പോലും ആരും എടുത്തുകൊണ്ട് പോകുകയില്ല. ഒരു കല്ലെടുത്തുകൊണ്ട് പോയാൽ പോകുന്ന ആൾക്കാർക്ക് ഒന്നെങ്കിൽ ആക്സിഡൻറ്റ് പറ്റും, ഇല്ലെങ്കിൽ മരിച്ചു പോകും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ലോറി ഡ്രൈവർ പറഞ്ഞൊരു അനുഭവം ലോറി ഡ്രൈവർ അല്ല ഈ ശുചീകരണത്തൊഴിലാളി അദ്ദേഹം പോലീസിനടുത്ത മൊഴിയിൽ തന്നെ പറഞ്ഞ അനുഭവം, ഈ പറയുന്ന ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റി ഒരുപാട് ഭിക്ഷക്കാരുണ്ടാവുമല്ലോ, ഇഷ്ടമില്ലാത്ത ഭിക്ഷക്കാർ അല്ലെങ്കിൽ അനിഷ്ടം ചെയ്യുന്ന, ചിലപ്പോൾ താങ്കൾ ഈ പറയുന്ന പോലെ കാര്യമായിരിക്കും, അനിഷ്ടം ചെയ്യുന്ന ഭിക്ഷക്കാരെ പിടിച്ചുകൊണ്ട് പോയി ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കസേരയിൽ കെട്ടിയിട്ട് തുവാല കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ട് തള്ളും എന്നൊക്കെയാണ് ഇയാൾ കൊടുക്കുന്ന മൊഴി. അപ്പോൾ താങ്കൾ അവിടെ ജനിച്ചു വളർന്ന ആളെന്നുള്ള നിലയ്ക്ക് സമാനമായ സംഭവങ്ങൾ താങ്കളുടെയും അറിവിൽ അനുഭവത്തിൽ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ ശ്രീ അനീഷ്?
തീർച്ചയായിട്ടും. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു അമ്പലങ്ങളിൽ പരിസരത്ത് നിങ്ങൾ പോയി നോക്കിയാൽ കാണാം അവിടെ ഭിക്ഷക്കാർ. ഈ ധർമ്മസ്ഥലത്ത് ഇന്നും പോയി ചെക്ക് ചെയ്താൽ അവിടെ ഒരു ഭിക്ഷക്കാരില്ല. ഒരു ഭിക്ഷക്കാരില്ലാത്ത ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ ഈ ധർമ്മസ്ഥലം മാത്രമേ കാണുകയുള്ളൂ. അവർക്കെന്തോ ഒരു കുറച്ചിൽ പോലെയാണത്. അവിടെ ഒരു ഭിക്ഷക്കാർ വന്നാൽ അവിടുത്തെ ഒരു ഡി ഗ്യാങ് ഉണ്ട്. അവിടുത്തെ എല്ലാ ഓട്ടോറിക്ഷകൾക്കും ഒരു ഡി എന്നും പറഞ്ഞ നമ്പർ കൊടുത്തേക്കുവാണ്. ആ ഡി ഗ്യാങ് അവരാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. അവിടെ ഒന്നും നടക്കുകയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ബാംഗ്ലൂർ സൈഡിൽ നിന്ന് ഒരു യൂട്യൂബർ 4 പേര് ജസ്റ്റിസ് ഫോർ സൗജന്യം എന്നും പറഞ്ഞ് ധർമ്മസ്ഥലത്തേക്ക് അവിടുന്ന് നടന്നു വന്നതാണ്. അവർ നടന്നു വന്നു, ധർമ്മസ്ഥലത്തെത്തി. അവിടെ ഒരു വലിയൊരു ഗേറ്റ് ഉണ്ട്, ഒരു ദ്വാരമുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറാൻ അവിടുത്തെ ലോക്കൽസ് അനുവദിച്ചില്ല. ഈ അമ്പലത്തിനകത്തുള്ള അവരുടെ ഗുണ്ടകൾ തന്നെ അവരവിടെ തടഞ്ഞു വെച്ചു. പോലീസുകാർ വന്നിട്ട് പോലും അവിടെ നോക്കി നിൽക്കുമായിരുന്നു. ഇതാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഒരു യൂട്യൂബർ ജസ്റ്റിസ് ഫോർ സൗജന്യം എന്നും പറഞ്ഞൊരു ബാനറും പിടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ അവിടെ വന്ന് അവർ പറയുന്നത് ഞങ്ങൾക്ക് വേറെ എവിടെയും പോകുന്നില്ല, അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, അവിടെ മഞ്ജുനാഥ സ്വാമിനെയും അണ്ണപ്പ സ്വാമിനെയും കാണുന്നു, തൊഴുന്നു, വരുന്നു. ഇതാണ് അവർ പറഞ്ഞത്. അതിന് പോലും അവരെ അനുവദിച്ചില്ല, അവരെ തിരിച്ചു പറഞ്ഞു വിട്ടു. താങ്കൾക്ക് ഇതുവരെ എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ അവിടെ ഈ 7-8 വർഷത്തിന് ശേഷം ഞാനിപ്പോൾ ഒരു 3-4 ദിവസം മുമ്പാണ് അവിടെ ഞാൻ ഇതേ ധർമ്മസ്ഥലത്ത് പോയി. ഞങ്ങൾക്ക് കിട്ടാനുള്ള ഇനി അവിടെ ഉള്ള ഒരു 20 ഏക്കർ സ്ഥലത്തിന് മുമ്പിൽ പോയി നിന്നിട്ടാണ് ഞാൻ ലൈവ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു 5-6 കേരള ന്യൂസ് ചാനലിൽ ഞാൻ ലൈവ് കൊടുത്തു. അതോടുകൂടി അവിടെ മൊത്തത്തിൽ ചർച്ചയായി. അവിടെ എന്നോടല്ല, അവിടെ ഞാൻ ജനിച്ചു വളർന്ന നാട്, എൻ്റെ പേര്, എനിക്ക് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അവരുമായിട്ട് ചർച്ച വന്നു. അനീഷ് പിന്നെയും വന്നിട്ടുണ്ട് ഇവിടെ, അവൻ പിന്നെയും വന്നിട്ട് ഇവിടെ ഓരോന്ന് കുത്തിപ്പൊക്കുന്നു. ഞാൻ അതോടുകൂടിയാണ് എന്നെ അവിടുന്ന് രാത്രിക്ക് തന്നെ നമ്മുടെ മനാഫിക്ക അവിടുന്ന് കൂട്ടിയിട്ട് വരുന്നത്. വന്നു ഇവിടെ തളിപ്പറമ്പിൽ വന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ എത്താം മനീഷ. ജോർജ് ജോസഫ് പോകുന്നതിന് ഇപ്പോൾ ഒരുപാട് ആരാണ്ടൊക്കെയോ നാളെ അവധി ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. നാളെ ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഫേസ്ബുക്ക് പേജിലൂടെയാണ് അവധി പ്രഖ്യാപിച്ചത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി എന്നാണ് കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. ബാക്കി സ്ഥലങ്ങളിലൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അവധി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് അറിയിക്കാം. ജോർജ് ജോസഫ്, ഇവിടെ അനീഷ് പറയുകയാണ്. അനീഷ് പറയുന്ന കാര്യം കുറച്ചുകൂടി ശ്രീ ജോർജ് ജോസഫ്, അനീഷ് പറയുന്നത് കുറച്ചുകൂടി താങ്കൾ പറയുന്നത് പോലെ വേഗല്ലാത്തൊരു കേസാണ് എന്ന് പറയാനുള്ള കാരണം അവർക്ക് അവിടെ കുറേ എന്ന് പറഞ്ഞാൽ ഇവർ പണ്ടേ പോയി അവിടെ കുടിയേറി പാർത്തവരാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ മലയോര മേഖലകളിലേക്ക് പോയി പല കുടിയേറി പാർക്കുന്ന പല കർഷകരെ നമുക്കറിയാം. അപ്പോൾ അന്നൊക്കെ അവിടെ ഈ ഏക്കർ, ഇപ്പം ഞാൻ പറയുന്നത് 20 ഏക്കർ സ്ഥലം ഏതാനും ലക്ഷം രൂപയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമുക്കറിയാമല്ലോ, അത് പേടിപ്പിച്ച് ഉള്ളുവലയ്ക്ക് തട്ടിയെടുത്താണെങ്കിൽ കൂടിയും ബാക്കി 20 ഏക്കർ സ്ഥലം അവിടെ ഉണ്ട്. ആ 20 ഏക്കർ സ്ഥലം അനീഷ് ജോയിയുടെ അച്ഛൻ്റെ സഹോദരങ്ങളുടെ പേരിലുള്ള സ്ഥലമാണ്. ആ സ്ഥലം ഇപ്പോൾ അവരുടെ പക്കലാണെന്ന് പറയുന്നു. അനീഷ് ജോയിയുടെ അച്ഛനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തി കൊലപാതകമാണെന്ന് അനീഷ് ജോയി സംശയിക്കുന്നുണ്ട്. അങ്ങനെ സംശയിക്കാനുള്ള കാരണം എന്താണ്? ഈ നീലപ്പെടുത്തായിട്ടൊരു വാഹനം CCTVയിലടക്കം തെളിഞ്ഞതാണ്. ആ വാഹനം പോലീസ് പിടിച്ചതാണ്. ആ പോലീസ് സ്റ്റേഷൻ 2 ദിവസം അവിടെ ഉണ്ടായതാണ്. അനീഷിനോട് ഒരു എസ്ഐ പറഞ്ഞതാണ്, നീ ഇതുമായി മുന്നോട്ട് വന്നാൽ നിന്റെ ജീവനും ഭീഷണി ഉണ്ടാകും എന്ന് പറഞ്ഞതാണ്. അത് പരാതിയാകുമ്പോൾ വേണമെങ്കിൽ അന്വേഷിക്കാമല്ലോ. അത് കുറച്ചുകൂടി ക്രിസ്റ്റൽ ക്ലിയർ കാര്യങ്ങളാണല്ലോ. ആ SIയോട് കാര്യങ്ങൾ ചോദിക്കാമല്ലോ. ഈ വാഹനം ആരുടെ വാഹനമാണെന്ന് അന്വേഷിക്കാമല്ലോ. അതിന് നമ്പർ പ്ലേറ്റ് ഉണ്ടാകുമല്ലോ. ആ വഴിക്ക് പോകാമല്ലോ. അല്ലെങ്കിൽ ഈ സ്ഥലം അനീഷ് ജോയിയുടെ പിതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ പിതാവിൻ്റെ സഹോദരങ്ങളുടെ പക്കലുള്ളത് തന്നെയാണെന്ന് അന്വേഷിക്കാമല്ലോ. അന്വേഷിക്കണമെങ്കിൽ വഴിയുണ്ട്. അന്വേഷിക്കണം, തീരുമാനിക്കണം. പക്ഷേ ജോർജ് ജോസഫ്, തീർച്ചയായിട്ടും അത് തന്നെ. അനീഷിൻ്റെ മനാഫിൻ്റെയൊക്കെ ജീവൻ അപകടത്തിൽ തന്നെ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു മനാഫിൻ്റെ അടുത്ത്. കാരണം അത് പിന്മാറാൻ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത്രയെങ്കിലും നേരത്തെ നമ്മുടെ അദ്ദേഹം പറഞ്ഞ പോലെ ഇത്രയെങ്കിലും മുന്നോട്ട് ആൾക്കാർ വന്നല്ലോ. അത് വലിയൊരു നമുക്കൊരു ധൈര്യം നൽകുന്ന കാര്യം. പക്ഷേ അവിടെ ഈ പറയുന്ന രീതിയിലൊന്നും കുറേ വർഷത്തേനൊന്നും നമ്മൾ വിചാരിക്കുന്ന ഒരു നടപടി അവിടെ ഉണ്ടാവില്ല. അതിൽ സ്പെഷ്യൽ ടീം വന്നിട്ടുണ്ട്. നമ്മളൊരു 3-4 കേസ് ടിപ്പിക്കലായിട്ട് എടുത്തെങ്കിലേ മാത്രമേ ഇതിനൊരു പരിഹാരം. അല്ലാതെ വെറുതെ അവിടെ മുഴുവൻ നമ്മൾ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ തുടക്കം മുതൽ പറയണേ, ഇപ്പോൾ അനീഷിൻ്റെ കേസ് അതിൻ്റെ പൊസിഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് അറ്റംപ്റ്റ് ടു മർഡറിന് അത് പോലീസ് ചാർജ് കൊടുത്തില്ലേ, കൗണ്ടറായിട്ട് നമുക്ക് കോടതിയിൽ ഒരു അറ്റംപ്റ്റ് ടു മർഡർ ചാർജ് കൂടെ കൊടുക്കാം. ഇതുകൂടെ ക്ലബ് ചെയ്ത്. ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ എനിക്കറിയില്ല.
അപ്പോൾ നിയമപരമായിട്ട് നമുക്ക് ഈ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 3-4 ആൾക്കാർ കുട്ടികളെ കൊന്നു കളഞ്ഞതും ഡെഡ് ബോഡി കിട്ടാത്തതും ഒക്കെ ഉണ്ട്. നേരത്തെ ഒരു കേസിനകത്ത് നമുക്ക് 1986 ഒരു മലയാളി കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ അത് ഡെഡ് ബോഡി കിട്ടി. ആ കേസിൻ്റെ പരിസ്ഥിതി എങ്ങനെയെന്ന് അവസാനിച്ചു നമുക്കറിയത്തില്ല. നമുക്ക് ഒരു കേസിനകത്ത് ഈ SIT വന്നു കഴിഞ്ഞാൽ എല്ലാ കേസിനകത്തും അവിടെ മൊത്തം കിടക്കുന്നതൊന്നും കുഴിച്ചെടുത്തുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഈ കേസിനെ സംബന്ധിച്ചുണ്ടാകാൻ പോകുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് കൂടെ പറയുന്നത്, അതവിടെ കിടക്കട്ടെ. നമുക്ക് വേണ്ടത് ഒരു 6-7 കേസിനകത്ത് കുട്ടികളെ കൊന്നത്, സ്ത്രീകളെ കൊന്നതിലെ പുരുഷന്മാരെ കൊന്ന കേസ് ടിപ്പിക്കലായിട്ട് എടുത്ത് അതിന് വാദികൾ വേണം, അതിന് സാക്ഷികൾ വേണം, അതിന് പോലീസ് SITക്ക് ആ ഒരു കേസിന് മാത്രം നമുക്ക് കൂടെ എവിഡൻസ് കൊടുത്ത് ഒരു കേസ് ഫ്രെയിം ചെയ്ത് ചാർജ് ഷീറ്റ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 പേരെ ശിക്ഷിച്ചെങ്കിൽ ഇത് പതുക്കെ നമുക്ക് കുറേ വർഷങ്ങളെടുത്താണെങ്കിലും ഇവിടെ ഒരു നോർമൽ സിറ്റുവേഷൻ കൊണ്ട്, അല്ലാതെ സഡനായിട്ട് ഒന്നും നടക്കാൻ പറ്റില്ല. കുറേ ആൾക്കാർ 5-10 പേരെന്ന് വിചാരിച്ചത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അവരെന്തായാലും രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലേ ഹേമ കമ്മിറ്റിയുടെ അവസ്ഥ, എത്രയോ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിനകത്ത് മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നില്ലേ നമുക്ക്? താങ്കൾ പറഞ്ഞത് സത്യമാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമ്മൾ പണ്ട് പണ്ട് VS അച്യുതാനന്ദൻ പണ്ട് കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച കാര്യമൊക്കെ നമ്മൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് കർഷക തൊഴിലാളികളെ ജന്മിമാർ അടിമകളെ പോലെ കണ്ടിരുന്നുവെന്നും കൊന്നു കുഴിച്ചു മൂടിയ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു. അത് 1940-കളല്ലല്ലോ, നമ്മളിപ്പോൾ 2025 നിൽക്കുകയല്ലേ. 2025 ഒരു സ്ഥലമാണല്ലോ ധർമ്മസ്ഥല. അതല്ലാതെ ഏതോ കാലത്തെ പുരാണ കാലത്തെ സ്ഥലമൊന്നും അല്ലല്ലോ ധർമ്മസ്ഥല. അവിടെ ഇടപെടണമെങ്കിൽ ഇടപെടാൻ വഴികളില്ല എന്ന് പറയാമോ? നമുക്ക് സർക്കാരില്ലേ, സംസ്ഥാന സർക്കാരില്ലേ, കേന്ദ്ര സർക്കാരില്ലേ, അതിൻ്റെ പ്രീമിയർ അന്വേഷണ ഏജൻസികളില്ലേ? അപ്പോൾ പ്രധാനം അന്വേഷിക്കണമെന്ന ഇച്ഛ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പൊളിറ്റിക്കൽ വില്ലാണ്. ഞാൻ തിരികെത്തും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വിനോദ് മേക്കോത്തും നമ്മൾ ഈ അപസർപ്പ കഥകൾ കേൾക്കുന്നത് പോലെയാണ് ഓരോ കാര്യങ്ങളും കേൾക്കുന്നത്. അവിശ്വാസങ്ങളുടെ എലമെൻ്റ് ഒരുപാടുണ്ട്. ഈ അവിടെ ഓട്ടോകൾക്ക് D എന്ന് പേരിട്ട ഓട്ടോകൾ, അവിടെ വരുന്നവരെ നോട്ടമിടുന്നവർ, അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരികൾ ചൂണ്ടിക്കാണിക്കുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവർ എന്നൊക്കെ പറയുന്നത് അത്രയും സത്യമാണോ ശ്രീ വിനോദ് മേക്കോത്ത്? താങ്കളവിടെ പോയ ആൾ കൂടിയാണ്. ഞങ്ങളുടെ അനുഭവം ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ ദിവസമാണല്ലോ, ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്. ഞായറാഴ്ച പോലെ അങ്ങനെ ധർമ്മസ്ഥല പോലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ അവിടെ കാണേണ്ട തിരക്ക് അവിടെ കണ്ടില്ല. ഞായറാഴ്ച ദിവസമാണ്. വലിയ തോതിൽ തീർത്ഥാടകർ എത്തേണ്ടതാണ്. പക്ഷേ അവിടുത്തെ ബസ് സ്റ്റാൻഡും അതിൻ്റെ പരിസരവും ആളൊഴിഞ്ഞു കിടന്നു. അവിടുത്തെ സ്നാനഘട്ടം വളരെ പ്രസിദ്ധമാണ്. അവിടെ ആളൊഴിഞ്ഞ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങാടിയിൽ ഒരു ഹർത്താൽ ബാധിച്ചതുപോലെ വലിഞ്ഞു മുറുകിയ ആളുകളുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ വാഹനം ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ അവിടുത്തെ ഞങ്ങൾ ധർമ്മസ്ഥലയിൽ എത്തി എന്ന് കാണിക്കുന്ന തരത്തിൽ ഒരു വിഷ്വൽ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ D ബാർ എന്ന് നമ്പർ ഇട്ടിട്ടുള്ള ഓട്ടോറിക്ഷയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഞങ്ങളെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യമല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് കൽപ്പിത കഥകൾ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ ഹാഷ്മി. ഞാൻ പറയുന്നത് ഇവിടെ കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഒരിക്കലും കർണാടകയെ, ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ഒരു ഫെഡറൽ സംസ്ഥാനം എന്നുള്ള നിലയിൽ കർണാടകയുടെ മാത്രം ഉത്തരവാദിത്വമാണെങ്കിലും ഇത് കർണാടകയിൽ മാത്രം നിൽക്കുന്ന വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ, KL രജിസ്ട്രേഷനുള്ള വണ്ടികൾ ഇവിടെ കാണാനില്ല കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പോൾ. അതാണ് എൻ്റെ അനുഭവം. ഈ വാർത്ത നമ്മളിവിടെ ഈ തരത്തിൽ പ്രചരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതിൻ്റെ റോളുണ്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ധാരാളം തീർത്ഥാടകർ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. ഈ പറയുന്ന സാക്ഷി, ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞു, കേരള സാരി ഉടുത്ത്, സെറ്റ് സാരി ഉടുത്ത് ഞാൻ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കേരളത്തിലെ കണക്കെന്താണ്? നേരത്തെ മനാഫ് തുടങ്ങി വെച്ചു, പക്ഷേ ഞാനത് പൂരിപ്പിക്കുകയാണ്. 2016 മുതൽ 2024 വരെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന കണക്കാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. 43,272 സ്ത്രീകൾ കേരളത്തിൽ നിന്ന് തലമറവായിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി ഏതാണ്ട് 93% ആളുകളെ. എന്നാലും 3029 സ്ത്രീകൾ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലാരെങ്കിലും കേരളത്തിൽ നിന്ന് പോയവർ ഈ ധർമ്മസ്ഥലയിലെ ചതുപ്പിൽ ഇപ്പോൾ ഉറങ്ങുന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലേ? അതുമാത്രമല്ല, അതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യം, മൈനർ ഗേൾസ്, പെൺകുട്ടികൾ 5905 പെൺകുട്ടികൾ നഷ്ടപ്പെട്ടു പോയെങ്കിലും 5532 പേരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. 373 കുട്ടികൾ കേരളത്തിൽ നിന്ന് പോയിട്ട് ഇന്നും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷിതാക്കളെ തിരിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലേതെങ്കിലും കുട്ടി ഇതേപോലെ യൂണിഫോമോടുകൂടി, സ്കൂൾ ബാഗോടുകൂടി അവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണ നേതൃത്വത്തിനൊക്കെ, ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട സാമൂഹ്യ സംഘടനകൾക്കും രാഷ്ട്രീയ സംഘടനകൾക്കും ഒക്കെ ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. ഇതിന്
ഇതിന് ഒരു സംസ്ഥാന വിഷയമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ബനാന റിപ്പബ്ലിക്കിലെ ഏതെങ്കിലും ഒരു കൽപ്പിത കഥയായി സങ്കല്പിച്ച് പോകാൻ എന്തായാലും കഴിയില്ല. കേൾക്കുമ്പോൾ പേടിയാവുന്ന വസ്തുക്കളാണ്. പക്ഷേ അതിൽ ചില വെളിപ്പെടുത്തലുകൾ തെളിവടക്കം വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തെ പറ്റി ഒന്നുമില്ലാത്ത വ്യാജം വെച്ചുകൊണ്ട് കള്ളക്കഥ അടിച്ചിറക്കിയ പ്രൊപ്പഗണ്ട സ്റ്റോറി, കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗണ്ട സ്റ്റോറി ഉണ്ടാക്കിയവർക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാൻ തോന്നുന്നില്ലെങ്കിൽ ഏതൊക്കെ ശക്തികൾ എവിടെയൊക്കെ നിയന്ത്രിക്കുന്നു എന്നതിൽ സംശയമുണ്ട്. എല്ലാവർക്കും നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ടൈം വിത്ത് കാണാം. ഗുഡ് നൈറ്റ്.